ഈ സിനിമ കുറച്ചുകൂടെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ? സുമതി വിളവ് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങളെ സംബന്ധിച്ച് ആ സിനിമ ഹിറ്റാണ്. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസർ അത് നഷ്ടമെന്നല്ലേ പറയുന്നത്? കാരണം അദ്ദേഹം പലയിടത്തു നിന്ന് പൈസ മറിച്ചാണ്. 35, 45, 50 ലക്ഷം മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഷോ മാത്രം കളിച്ചിട്ട് പൂട്ടുന്ന എത്രയോ സിനിമകളുണ്ട്. പല നിർമ്മാതാക്കളും പറ്റിക്കപ്പെടുന്നുണ്ടെന്ന്. ഏറ്റവും വലിയ കഷ്ടം തോന്നുന്ന സംബന്ധിച്ചാൽ ഇവരൊന്നും നാളെ ഇൻഡസ്ട്രിയിലേക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഫ്രീ ടിക്കറ്റ് പരിപാടി ഉൾപ്പെടെ ഇപ്പോൾ ഈ ഇൻഡസ്ട്രി നടക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ ബുക്ക് ചെയ്യുന്നത്, അവരൊന്ന് പൈസ മേടിച്ചിട്ട് ഏജൻസി ബുക്ക് ചെയ്യുന്ന സംഭവം. ഈ റിവ്യൂസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഒരാൾ ഇപ്പോൾ അശ്വന്ത് ഗോക്ക് പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിരൂപണം ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതേ അശ്വന്ത് ഗോക്ക് മാത്രമല്ല, ഇൻക്ലൂഡിംഗ് പേളി മാണി പൈസ വാങ്ങിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. പേളിക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ. അശ്വന്ത് ഗോക്ക് ഒരു മനുഷ്യനല്ലേ, റോബോട്ടൊന്നും അല്ലല്ലോ. ഒരു സിനിമയെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്ന ഒരുത്തരൊന്നും അല്ലല്ലോ. ഒരു ഓഡിയോ ക്ലിപ്പ് വിട്ടിട്ട് കാര്യമില്ലല്ലോ. ആരുടെ ഓഡിയോ ക്ലിപ്പ്? എന്തുകൊണ്ട് അതിന്റെ നമ്പറില്ലേ? അൻസിബ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോവാ. അവിടെ ഇരുന്ന് എക്സിക്യൂട്ടീവ് നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇന്ന ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് നേരെ അൻസിബയെ വിളിക്കുന്നു. അൻസിബ അത് കേട്ടോണ്ടിരിക്കുന്നു. സംഘടന പറയുന്നു ഇന്ന ആൾക്കാരെ നമ്മളിത് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴേക്കും ഇല്ല, ഇന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ടെന്ന് ഞാൻ വരാം. ഒരു അനുനയനത്തിന് എല്ലാവരും തയ്യാറാണ്. നമസ്കാരം പ്രേക്ഷകർ. ഇന്ത്യവുഡ് അവാർഡ് ഫോർ എക്സലൻസ് ഇൻ എന്റർടൈൻമെന്റ് മീഡിയ സ്ട്രാറ്റജി അവാർഡ് ജേതാവ് PRO പ്രതീഷ് ശേഖറാണ് എന്നോടൊപ്പം ചേർന്നത്. നമസ്കാരം പ്രതീഷ്. നമസ്കാരം. മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. നമ്മളിപ്പം സിനിമാ മേഖലയിലേക്ക് വരുന്നു, PROയിലേക്ക് വരുന്നു. പല പ്രേക്ഷകർക്കും അറിയാത്തൊരു കാര്യം, എല്ലാവരും പറയും, ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കുറച്ചുകൂടെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു പരാതി പലപ്പോഴേ ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ്, ഇത് ആരാണ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അവബോധമില്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ മാർക്കറ്റിംഗ് എത്രത്തോളം മാറിയിട്ടുണ്ട്, ഒരു സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ മാർക്കറ്റിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? മാർക്കറ്റിംഗ് എന്നുള്ളൊരു സെക്ടറിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു സിനിമ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി സിനിമ എന്താണെന്ന് പഠിക്കണം. ആ സിനിമ ഏത് ജോണറാണ്, അതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, എന്താണ് ആ സിനിമ, ഒരു ആവറേജ് എങ്കിലും തിയേറ്ററിൽ കിട്ടുമോ അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് കിട്ടുമോ എന്നുള്ളൊരു അടിസ്ഥാനത്തിലായിരിക്കണം മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നു വരുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഹരി ഒരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ താങ്കളെ സമീപിക്കുന്ന വ്യക്തി, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി സമീപിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന ബ്ലോക്ക് ബസ്റ്ററുകൾ പടം ചെയ്തു, താങ്കളുടെ പടവും ഹിറ്റാക്കി തരാമെന്ന് പറയുന്നു. അപ്പം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരു നിർമ്മാതാവാണെങ്കിൽ ഇവർ പറയുന്ന വാക്ക് കേട്ട് ഇവരിത് ചെയ്തതല്ലേ, ഇവർ പറയുന്ന ലക്ഷങ്ങൾ കൊടുക്കുകയും ഈ ഒരു സംഭവം മാർക്കറ്റിംഗ് നേരായ രീതിയിൽ നടക്കാത്ത അവസ്ഥയും വരുന്ന ഒരു രീതിയിലേക്കാണ് ഇൻഡസ്ട്രി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല സിനിമയുടെ മാർക്കറ്റിംഗ്, ഒരു നന്മയുള്ള ഒരു സിനിമ അല്ലെങ്കിൽ നല്ലൊരു എബോ ആവറേജ് സിനിമയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതിലഭിനയിക്കുന്നത് ഒരു മോഹൻലാൽ ചിത്രം. ലാൽ സാറിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ആവറേജ് ആണെങ്കിൽ പോലും അതൊരു ബ്ലോക്ക് ബസ്റ്ററാണ്. കാരണം ലാൽ സാറ് മുഴുനീളം ചിത്രത്തിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകൻ ഏറ്റെടുത്തിരിക്കും. അതാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അവരുടെ ഫാൻസ് അസോസിയേഷൻ ആണെങ്കിലും അല്ലാത്ത പ്രേക്ഷകരാണെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് സിനിമ നന്നായി കഴിഞ്ഞൊരു ആവറേജ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാർക്കറ്റ് ചെയ്യുന്നത് പ്രേക്ഷകനാണ്. പക്ഷേ ആ സിനിമയുടെ ആ ഒരു സെക്ഷൻ മാറ്റി നിർത്താം. പക്ഷെ അല്ലാത്തൊരു സിനിമ എന്ന് പറയുമ്പോഴേക്കും ഒരു ആവറേജിന് അടുപ്പിച്ചിട്ടുള്ള സിനിമകൾ പലതും വന്നിട്ട് പ്രേക്ഷകർ അറിയാറില്ല. പലപ്പോഴും അവർ ചോദിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇന്ന സിനിമ ഇറങ്ങിയോ, തിയേറ്ററിൽ ഇറങ്ങിയോ. ഇപ്പം നമ്മൾ തന്നെ ഒരു നിർമ്മാതാവാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഇത് ഒന്നും കാണുന്നില്ലല്ലോ, ഒരിടത്തും അറിയുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നം. അതിന് 2 രീതിയുണ്ട്. ഇപ്പം ഒരു സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഈ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ കയറത്തില്ല. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ആ സിനിമ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻ്റർവ്യൂ ക്ലിക്ക് ആവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിനുവേണ്ടി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ വർക്കായാൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മറ്റിതര സോഷ്യൽ മീഡിയകളിലും ഇതിന് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സിനിമ നോക്കിയിട്ട് ചിലത് ഇപ്പം പറയാം പുതുമുഖ താരങ്ങളാണുള്ളത്, അതിൻ്റെ കോണ്ടന്റ് നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എത്താൻ വേണ്ടിയുള്ള വഴികളുണ്ട്. ഇപ്പം മെറ്റ ബൂസ്റ്റിംഗ് വരെയുള്ള കാലഘട്ടമാണ്. അവിടെ അത് കൃത്യമായി ചെയ്താൽ അതെത്തും. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം സിനിമയിലെ താരങ്ങൾ ആരാണെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ആ ഒരു നമ്മൾ ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കി, ഒപ്പം ആ സിനിമയുടെ ക്വാളിറ്റി നോക്കിയിട്ട് വേണം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ സിനിമാക്കാരും സിനിമയിട്ട് കാണിച്ചു തരുമ്പോൾ മാർക്കറ്റിംഗ് ചെയ്യത്തില്ല. പക്ഷേ കുറച്ച് ടീം സിനിമ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ പേര് സിനിമ ഇന്നതാണെന്നുള്ള കാര്യങ്ങൾ പറയും. ചിലർ ഓവർ കോൺഫിഡൻസിൽ ചിലപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സംഭവം ചെയ്യും. അവർ പറയുന്ന അനുസരിച്ച് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഈ 3 സെക്ഷനിലുണ്ട്. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഫൈനലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സിനിമ തിയേറ്ററിൽ ഇറക്കി വിട്ടതിന് ശേഷം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാതെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കാതെ സിനിമയോടൊപ്പം നിന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മാക്സിമം പണി ചെയ്യുക. തിയേറ്ററിൽ ചിലപ്പം 10 പേര് പറയുമായിരിക്കും നമ്മുടെ അടുത്ത് നിങ്ങളുടെ സിനിമ ഇറങ്ങിയത് അറിഞ്ഞില്ല എന്നുള്ളത്. അത് അറിയിക്കാൻ വേണ്ടി മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തിയേറ്ററിൽ റൺ ചെയ്യുമ്പോഴും അതിന് മുമ്പും ചെയ്യുക എന്നുള്ളതാണ്
മാർക്കറ്റിംഗ് ചെയ്യേണ്ടവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ചെയ്തവർ ഇപ്പോൾ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞു, അത് മാർക്കറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കാണും. അതേസമയം ഒരു വലിയൊരു ചിത്രം പൊളിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളല്ല മാർക്കറ്റ് ചെയ്തെന്നുള്ളത് പരസ്യമായി പറഞ്ഞിട്ട് അവർ പോയി എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറും. അതായത് വിജയം മാത്രം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഉള്ള സംഭവമാണ് നടന്നു വരുന്നത്. അപ്പം റിവ്യൂവേഴ്സ് ഇതിനെ കൈയൊഴിയുകയാണ്. റിവ്യൂവേഴ്സ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്തവരോ ഓൺലൈൻ ചെയ്തവരോ ആരും അവരുടെ സ്വന്തം പേജുകളിൽ പോലും പോസ്റ്റ് ഇടാറില്ല. റിവ്യൂവേഴ്സ് ഇത് പറഞ്ഞു, ഈ സിനിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്, കാരണം ഒരുപാട് നെഗറ്റീവ് വരുന്നു, നിങ്ങളുടെ ചീത്തയൊക്കെ വിളിക്കുന്നു എന്നൊക്കെ പറയും. പാവപ്പെട്ട നിർമ്മാതാവ് പറയും നിർത്തിക്കോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഏജൻസി വരികയാണ്. ഈ ഏജൻസി വന്നതിന് ശേഷം നിർമ്മാതാവിനെ ആദ്യം സമീപിച്ച് മേടിക്കുന്നത് ലക്ഷങ്ങളായിരിക്കാം. ഒരു 35 ലക്ഷവും 40 ലക്ഷവും മിനിമം മേടിച്ചിട്ട് മാർക്കറ്റിങ്ങിന് മാത്രം. ആ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ എമൗണ്ട് അറിഞ്ഞാൽ ഒരു പോസ്റ്റർ സംഭവം എന്ന് വെച്ചാൽ ഡിസൈനർ അല്ല, അല്ലാതെ ചെയ്യുന്ന ടീം പോലും അത് ചെയ്യുന്നതിന് 5-6 ലക്ഷം മേടിക്കുന്ന സംഭവമാണ് പോസ്റ്റർ ചെയ്യുന്നതിന് മാത്രം. ആ ഒരു സെക്ഷന് മാത്രം. ബാക്കി എല്ലാം കൂടി മാർക്കറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ നിർമ്മാതാവിൻ്റെ വാങ്ങിച്ചിട്ടുള്ള പൈസയൊക്കെ അറിഞ്ഞ് ഞെട്ടും. 35, 45, 50 ലക്ഷം മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള സംഭവത്തിന് വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് കൃത്യമായ വിനിയോഗം നടത്തുന്നുണ്ടോ ഇല്ല. ഈ പറയുന്നത് പോലെ അദ്ദേഹത്തെ ഈ സംഭവത്തിനകത്ത് ആദ്യത്തെ ഷോ മാത്രം കളിക്കുന്നത് കൊച്ചിയിലെ വനിതാ തിയേറ്റർ. ആദ്യത്തെ ഷോ മാത്രം കളിച്ചിട്ട് പൂട്ടുന്ന എത്രയോ സിനിമകളുണ്ട്. വേണമെങ്കിൽ കണക്കെടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ 3 വർഷമായിട്ട് വനിതാ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കളിച്ചിട്ട് സെക്കൻഡ് ഷോ കളിക്കാത്ത എത്ര പടങ്ങളുണ്ട്. രാവിലെ 10 മണിക്ക് ആൾക്കൂട്ടം വരും, സിനിമ പ്രദർശിപ്പിക്കും, പിന്നെ അതിന് ഷോ ചെയ്യും. ആ നിർമ്മാതാക്കളൊക്കെ ഈ 40-50 ഒക്കെ മുടക്കിയിട്ടുണ്ട്. പലരും മുടക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. പലരും മുടക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് വേണ്ടി. അപ്പോൾ അവരോട് പറയുന്നത് മെറ്റാ ബൂസ്റ്റിംഗ് എന്ന് പറയും. മെറ്റാ ബൂസ്റ്റിംഗ് ചെയ്തു 15 ലക്ഷം രൂപയ്ക്ക്. നമ്മൾ 500 രൂപയ്ക്ക് മെറ്റാ ബൂസ്റ്റിംഗ് ചെയ്താൽ ആപ്പിൾ ഫോണിൽ നിന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ആപ്പിൾ ഫോണിന്റെ ചാർജ് ഉൾപ്പെടെ അതിന്റെ സർവീസ് ടാക്സ് ഉൾപ്പെടെ എല്ലാം കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കൃത്യമായുള്ള ബില്ല് ഇമെയിലിൽ വരും. ഇത് ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർ അറിയുന്നില്ല. 15 ലക്ഷം ചെയ്തെന്ന് പറഞ്ഞാൽ 15 ലക്ഷം എവിടെ പോയെന്നുള്ളത് ഇപ്പം വാട്സപ്പ് ബിസിനസ്സിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിലോ ഇത് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായ പല നിർമ്മാതാക്കളും പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ്. പല നിർമ്മാതാക്കളും പറ്റിക്കപ്പെടുന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ കഷ്ടം തോന്നുന്ന സംഭവം വെച്ചാൽ ഇവരൊന്നും നാളെ ഇൻഡസ്ട്രിയിലേക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ഈ പറ്റിക്കപ്പെട്ടതിന് ശേഷം ഇവരിത് പുറത്ത് പറയാൻ വേണ്ടി പറ്റുമോ? ഇവർ ഈ കയ്യിലിരിക്കുന്ന ഒന്നാമത് സിനിമ നിർമ്മിക്കാൻ വേണ്ടി കോടികൾ ആവശ്യമാണ്. ഈ കോടികൾ അവിടെ നഷ്ടപ്പെട്ടതിന് ശേഷം അടുത്ത തിരിച്ച് വന്നിട്ട് മാർക്കറ്റിങ്ങിൽ ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് പോകുമ്പോഴേക്കും അവർ മിണ്ടാതിരുന്നിട്ട് ഇത് ആരോട് ചെന്ന് പറയാൻ വേണ്ടി. കാരണം ഞങ്ങളുടെ സിനിമ ഓടിയില്ല, അത്രയും പൈസ അവിടെ പോയി. ഇവിടെ ഈ ഒരു സംഭവത്തിൽ ഇതിലേക്കും പോയി. സിനിമാ സംഘടനകൾ പരാതി പറഞ്ഞു. സിനിമാ സംഘടനകൾ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നേരത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ എല്ലാവരെയും വിളിച്ചതിന് ശേഷം ഇത് കേന്ദ്രീകൃതമാക്കുന്നു. അതായത് ഒരാൾക്ക് ഒരു പ്രൊഡ്യൂസറിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഓൺലൈൻ ചാനലാണെങ്കിൽ പോലും അതിന് അക്രഡിഷൻ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു. വളരെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നടന്നതാണ്. പിന്നെ അത് എവിടെയോ അതിൻ്റെ ഒരു ലാക്ക് സംഭവിച്ചു. പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് നിർമ്മാതാവാണ്. ഇപ്പോൾ ഹരി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എന്നെ കാണാൻ വേണ്ടി വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഞാൻ താങ്കളെ കാണുകയാണെങ്കിലും എനിക്കിരുന്ന് ഒരിക്കലും പറയത്തില്ല ഞാൻ ഇന്ന സിനിമകൾ ചെയ്തു അല്ലെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യുന്ന ഞാനാണ് എന്ന്, അതുകൊണ്ട് എനിക്ക് വർക്ക് തരണമെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അതൊരു നിർമ്മാതാവും അതുപോലെ തന്നെ ഡയറക്ടറിൻ്റെയും ആ ടീമിൻ്റെയും കഴിവാണ് ആ സിനിമ വിജയിച്ചത്. അതിൻ്റെ കൂടെ നമ്മളൊരു പാർട്ടാവുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവർ പറയുന്ന പോലെ സാറിന്റെ സിനിമ വിജയിപ്പിക്കാം എന്ന് എനിക്കൊരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല. സിനിമയുടെ കൂടെ നിന്ന് സഞ്ചരിക്കാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നിൽ അടുക്കുന്നവർ വളരെ കുറച്ചായിരിക്കും. പക്ഷെ അത് ലൈഫ് ലോങ് കാണും. മറ്റേതെന്ന് പറയുന്നത് ഇത് മേടിച്ചതിന് ശേഷം പിന്നെ ആ ഒരു ബന്ധം പോലും അവർ തമ്മിൽ കാണത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പൈസ മേടിച്ചു എന്ന് പറയുന്നത് ഇതിനൊരു ഫ്ലോ വേണം. ഇപ്പം 45 ലക്ഷം രൂപ മേടിച്ചെങ്കിൽ ട്രോൾസിന് എത്ര പൈസ, ഇൻസ്റ്റാഗ്രാം പേജിന് എത്ര പൈസ, അല്ലാതെ ബാക്കിയുള്ള ഈ ഫേസ്ബുക്കിന് ഇത്ര പെയ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത്ര കൊടുക്കുന്നു, വെബ് പോർട്ടൽസിന് ഇത്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ റേഡിയോയ്ക്ക് ഇത്ര കൊടുക്കുന്നു. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് 10 പേര് അറിയത്തുള്ളൂ. ഇത് പുറത്ത് കൊടുക്കാതെ വാങ്ങിക്കുന്ന ആൾ പുറത്ത് കൊടുക്കാതിരിക്കുകയും ഇപ്പം അല്ലാതെ ഒരു സിനിമ നോർമലി ഹിറ്റ് ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും സിനിമാ സ്നേഹികളാണ്, നമ്മളെല്ലാവരും കുറിക്കും. ഇപ്പം ഞാനൊരു സിനിമയുടെ PR ആണെങ്കിലും മറ്റൊരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടാലും നല്ലതാണെങ്കിൽ ഞാൻ അതിനോടൊപ്പം നിൽക്കും, ഞാനൊരു പോസ്റ്റിംഗിൽ വിടും. അത് സിനിമയെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് എല്ലാ പ്രേക്ഷകരും. അപ്പോൾ ആ വൈഡ് പബ്ലിസിറ്റി കിട്ടുമ്പോഴേക്കും ഈ പൈസ മാറ്റപ്പെടുകയാണ്. കാരണം ഇത് ചിലവാക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് ഒരു പെർസെൻറ്റേജ് മാത്രമേ ചിലവാക്കുന്നുള്ളൂ. ബാക്കി അത്രയും സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും. ഈ ലാഭം ഇവരുടേതാണ്. മനസ്സിലായി. അത് കണ്ടിട്ട് അടുത്ത സംഭവത്തിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും മറ്റേ പടം ഒരു ആവറേജ് ആണെങ്കിൽ ഈ ഫണ്ട് പുറത്ത് പോയാൽ മാത്രമേ വർക്ക് നടക്കത്തുള്ളൂ, അല്ലാതെ വർക്ക് നടക്കത്തില്ല. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന രീതി, ഇപ്പോൾ തിയേറ്ററിൽ ആഫ്റ്റർ കോവിഡ് വരുന്നത് ഒരുപാട് തിയേറ്റർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പടങ്ങൾ ആണെങ്കിൽ അവർ ഏറ്റെടുക്കാറുണ്ട്. അല്ലെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ അവർ ഏറ്റെടുക്കാറുണ്ട്. പിന്നെ അവർക്ക് കാണണമെന്ന് തീരുമാനിച്ചാൽ അവർ കാണാറുണ്ട്. അല്ല നമ്മൾ ഫോഴ്സ്ഫുള്ളി എത്ര കൊടുത്താലും
അവർ വരുന്നില്ല ദിനത്തിരുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല സിനിമയാണെന്ന് അറിയിച്ചിട്ട് നാളെ OTT വന്നാലെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി തിയേറ്ററിൽ ഇറങ്ങി എന്നുള്ള രീതിയിലും കാണാൻ തിയേറ്ററിൽ വരാൻ താല്പര്യമുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ആ ഫണ്ട് ഈ പറയുന്ന ഫണ്ടിന്റെ ഈ പറഞ്ഞ 40 ലക്ഷം പോലുള്ള ഒരു 5 ലക്ഷം 10 ലക്ഷം ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി വിനിയോഗപ്പെട്ടാൽ പലയിടത്തും എത്തും. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഈ ഫ്രീ ടിക്കറ്റ് പരിപാടി ഉൾപ്പെടെ ഇപ്പൊ ഈ ഇൻഡസ്ട്രി നടക്കുന്നുണ്ട്. അതിപ്പം ആളുകൾക്ക് അറിയാം, കാരണം ആളുകളാണല്ലോ ഇതിൽ കയറുന്നത്. അപ്പോൾ ഇവർക്ക് ആളുകൾ നോക്കുമ്പോഴേക്കും പൈസ മുടക്കണ്ട, കാണാം എന്നുള്ളതാണ്. ഇത് ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണല്ലോ. ഇത് ആളുകൾ നിറയ്ക്കുന്നതായിട്ട് കാണിക്കുക, ഒരു റണ്ണ് കിട്ടുക എന്നുള്ളത്. അത് ആക്ച്വലി ദോഷം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നിർമ്മാതാക്കൾ തന്നെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ തിയേറ്റർ ഫില്ല് ചെയ്യണം എന്ന്. അതിൽ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമ നേരത്തെ പറഞ്ഞ അതേ ഞാൻ റീച്ചിന്റെ കാര്യം പറയുകയാണ്. ഇപ്പൊ പറയുന്ന ആ സിനിമയ്ക്ക് തിയേറ്റർ ഫില്ല് ചെയ്തതിനു ശേഷം വലിയ താരനിര ഇല്ലാത്തൊരു ചിത്രം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബിലോ ആവറേജ് ചിത്രം. ഇതിന് 3 ദിവസമോ 10 ദിവസമോ 50 ദിവസമോ തിയേറ്റർ ഫില്ല് ചെയ്തിട്ടും യാതൊരുവിധ കാര്യമില്ല. പക്ഷെ ഒരു ആവറേജ് ചിത്രമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാർക്കറ്റിംഗിൽ അത് ഹൗസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഫാസ്റ്റ് ഫില്ലിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിലും പിന്നെയും ഒരു ആവറേജ് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രക്ഷപ്പെട്ടു പോകും. അല്ലാതെ ഈ പറഞ്ഞ 30 ലക്ഷം 35 ലക്ഷം രൂപ തിയേറ്ററിൽ ആളെ മാത്രം കയറ്റി എത്രയോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ഒരു പടം ചെയ്തപ്പോഴേക്കും അവർ വിദേശ നിർമ്മാതാക്കളായിരുന്നു. അപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് ആളെ കയറ്റുന്ന പയ്യമ്മ തന്നിട്ട് നമുക്ക് ഇങ്ങനെ കയറ്റാം ഇവരൊരു ആവേശത്തിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എത്ര കയറ്റിയാലും ഈ പടം അങ്ങനെ നിൽക്കത്തില്ല, ഇത് അങ്ങനെ ഒരു പടമല്ല. നിങ്ങളിത് കയറ്റിക്കൊണ്ടിരുന്ന പൈസ പോകുന്നുള്ള രീതിയിൽ അത് അപ്പുറത്തവന് ലാഭം കിട്ടുമെന്നല്ലാതെ ഇവിടെ ഇത് കിട്ടത്തില്ല. ഒരു പടം ആവറേജെങ്കിലും അല്ലാതെ, കണ്ടന്റിൽ ആവറേജെങ്കിലും അല്ലാതെ എത്ര തിയേറ്ററിൽ ഫില്ല് ചെയ്തിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാവുന്നുള്ളൊരു താരനിര അതിനകത്ത് വേണം, അല്ലെങ്കിൽ കണ്ടന്റ് വേണം. ആ കണ്ടന്റ് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ആ കണ്ടന്റും ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലാതെ ഒരു പടത്തിന് നമ്മൾ ചുമ്മാ ആളെ കയറ്റിക്കൊണ്ടിരുന്നാൽ ഒരു കാര്യമില്ല. അതായത് ഈ ആളെ കയറ്റുന്നത് ഈ OTT ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ആളെ കയറ്റുന്ന OTT ബിസിനസ്സും ഒപ്പം ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഹരി, ഇതിനകത്ത് ഇപ്പോൾ തിയേറ്ററിൽ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആളെ കയറ്റുന്നു എന്ന് പറയുന്നു, ഹൗസ്ഫുൾ അടിക്കുന്നു എന്ന് പറയുന്നു. ഈ തിയേറ്ററിൽ ചെന്നിട്ടുള്ള കാഴ്ച കണ്ടിട്ടുണ്ടോ? ഈ തിയേറ്ററിൽ പല തിയേറ്ററിൽ ഞാൻ ചെന്ന് നോക്കിയിട്ടുള്ളതാണ്. അതായത് ഫുള്ളായിട്ട് കിടക്കുന്ന ഹൗസ്ഫുള്ളായിട്ട് കാണിക്കുന്ന തിയേറ്ററുകളിൽ പോലും ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റ് ഇല്ലാത്ത പടം, ആ പടം ബിലോ ആവറേജ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറുന്നത് 8 or 9 പേരായിരിക്കും. പക്ഷേ ബോർഡ് ഹൗസ്ഫുൾ ആയിരിക്കും. ഇവരല്ലാതെ കാണിക്കുന്ന സംഭവത്തിനകത്ത് സീറ്റ് ഫിൽഡ് എന്നുള്ളത് ബുക്ക് മൈ ഷോയിൽ എടുത്ത് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. പ്രൊഡ്യൂസർ ബുക്ക് ചെയ്യുന്നതാണ്. ആ പ്രൊഡ്യൂസർ അല്ലാതെ അവരത് പൈസ മേടിച്ചിട്ട് ഏജൻസി ബുക്ക് ചെയ്യുന്ന സംഭവം. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഹരി ഒരു ചിത്രം നിർമ്മിക്കുന്നു, ഞാൻ ഈ തിയേറ്ററിൽ കയറ്റുന്ന ആളാണ്, ഞാൻ ആ ഏജൻസിയാണ്. എന്നെ വന്ന് സമീപിച്ചു, ഹരിയുടെ പടം എന്ന് പറയുന്നത് എബോ ആവറേജ് ആണ്, ഹരി എന്നിൽ വന്ന് വിശ്വസിച്ചിട്ട് ഇത് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ പടം ചെയ്യുന്നു, തിയേറ്ററിൽ ആളെ കയറ്റി കുറച്ച് ഫില്ല് ചെയ്ത് വെക്കുന്നു. എനിക്ക് ഉച്ച കഴിഞ്ഞാൽ വർക്ക് കുറവാണ്. കാരണം ഞാൻ ഈ പറയുന്ന എല്ലാ ഇതിലും ആള് കയറും. കാരണം എന്താണ്, ഹരി ചെയ്തു വെച്ചിരിക്കുന്ന മികവുറ്റ ഒരു ചിത്രമാണ്, അതിൽ മികവുറ്റ താരനിരയുണ്ട്, ചിത്രം ഗംഭീരമാണ്. അപ്പം ഞാൻ ഫ്രീ ടിക്കറ്റ് കൊടുത്താലും ഒറിജിനൽ ആൾക്കാർ വരും, പിന്നെ അതിനോടൊപ്പം ബുക്കിംഗ് നടക്കും. അപ്പോൾ എൻ്റെ ഏജൻസിയിലാ സന്തോഷം, എനിക്കിതായി. അതേസമയം ആ സിനിമ കോണ്ടന്റ് ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ല എന്നുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആളെ നിറയ്ക്കാൻ പറ്റത്തില്ല. ഈ പ്രൊഡ്യൂസറിന്റെ പൈസ പോകുന്നത് മാത്രമേ ഉള്ളൂ. കാരണം പുള്ളി ഇത് നിറയ്ക്കാൻ പറഞ്ഞാൽ നിറയ്ക്കും, പക്ഷെ അവിടെ വരുന്നത് 10 or 15 ആൾക്കാരായിരിക്കും. ചിലപ്പോൾ 10 or 15 ഇല്ലാത്ത അവസ്ഥ വരെ വരും. ഇപ്പം തിയേറ്റർ ഓണേഴ്സ് തന്നെ ഇപ്പോൾ 10 പേര് വേണം 15 പേര് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് മറ്റേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, തിരിച്ച് മിനിമം അത്രയെങ്കിലും വേണമെന്ന്. കാരണം അവർ നോക്കുമ്പം അല്ലാതെ ബുക്കിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ തിയേറ്ററിൽ ആൾ വരുന്നില്ല. തിയേറ്ററിൽ ആൾ വന്നാലല്ലേ അതിന്റെ യഥാർത്ഥ ഇത് നടക്കത്തുള്ളൂ. ഒപ്പം ഈ തിയേറ്ററിൽ ആൾ വരുമ്പോഴേക്കും ഒരു ആവറേജ് എബോ ആവറേജ് പടമാണെങ്കിൽ ഇവർ തന്നെ മാർക്കറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഒരു ഫ്രീ ടിക്കറ്റിൽ പോയ ആളാണ്, ഞാനിത് 10 പേരെടുത്തും 15 പേരെടുത്തും പറയും, അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കും. ഇതാണല്ലോ യഥാർത്ഥ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് നടക്കുന്നത്. ഈ മാർക്കറ്റിങ്ങിനെ തടുക്കാൻ വേണ്ടി ആർക്കും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ ഫില്ലാവും. അടുത്ത ദിവസം ഇത് ഓട്ടോമാറ്റിക്കലി ബുക്കിങ്ങിലേക്ക് വരും. മറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ ആദ്യ ദിവസം അവർക്ക് കളക്ഷൻ നോക്കി അറിയാൻ പറ്റും. ഇത്ര ഞങ്ങൾ തിയേറ്ററിൽ ആളെ കയറ്റി, ഇത്ര അല്ലാതെ വന്നു, ആ സിനിമയുടെ ഒരു സംഭവം അറിയാൻ പറ്റും. അടുത്ത ദിവസം ഇത് കഴിഞ്ഞിട്ട് കുറയുകയാണോ കൂടുകയാണോ എന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പുഷിങ് എന്നുള്ള സംഭവം എല്ലാ കാര്യത്തിലും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ആവശ്യത്തിന് കണ്ടന്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഒരു പ്രൊഡ്യൂസറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ തിയേറ്റർ ഫില്ല് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പത്തെ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് തിയേറ്ററിൽ പടം കളിക്കും. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ തിയേറ്ററുകാരുള്ള ഗ്രൂപ്പുകളിൽ ഇതിനകത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഗ്രൂപ്പുകളിലെങ്ങാനും ഉള്ള സംഭവം എന്ന് വെച്ചാൽ എന്നെ ഒരു നിർമ്മാതാവ് എടുത്ത് കാണിച്ചു തരുന്നതാണ്. രാവിലെ ചിത്രം തുടങ്ങി ഉച്ചയായപ്പോഴേക്കും സാറേ ഇന്ന സ്ഥലത്ത് ഈ ഷോ കളിക്കത്തില്ല കേട്ടോ, സാറേ ഇന്ന സ്ഥലത്ത് ആ ഷോ വിടുകയാണ്, അവിടെ ആളില്ല. ഇവർ ഇത്രയും തിയേറ്ററിന്റെ ചാർട്ട് ഇടും, 110, 120 അല്ലെങ്കിൽ 200 ഒക്കെ ഇട്ടോ. ഇത് ആളില്ല എന്ന് പറഞ്ഞ ഷോ പിന്നെ ഇല്ല അവർക്ക്. അതോടെ അവർ അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഷോയ്ക്ക് ആൾ തന്നില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് ആയിരിക്കും അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊന്നും സ്പേസ് ഇല്ല. അപ്പോഴേക്കും പടം തീരുകയാണ്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഒരാഴ്ച റൺ പീരീഡ് കിട്ടും. പക്ഷെ ഇത്തവണ അങ്ങനെ ഇല്ല, പറ്റൂല. നമുക്ക് ആ ഒരു ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആദ്യത്തെ ഷോ കയറിയില്ല എന്നുണ്ടെങ്കിൽ
ഇത് ഔട്ടാണ്, തിയേറ്ററിൽ നിന്ന് പടം ഔട്ടാണ്. അപ്പോൾ പാവപ്പെട്ട നിർമ്മാതാവ് പല നിർമ്മാതാക്കളും ഇതിനോടുള്ള താല്പര്യം കാരണം വന്നതാണ്. അപ്പം ഈ തിയേറ്ററിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന ഒരു പടം തിയേറ്ററിൽ വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് ഇപ്പം വേറെ ചില പടങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലാത്ത പടങ്ങൾ എന്ത് സംഭവിക്കുന്നുള്ളത് ഒന്നും അറിയാൻ വേണ്ടി പറ്റത്തില്ല. ചിലപ്പം ചില ഭാഗ്യങ്ങളുള്ള സിനിമകൾ രക്ഷപ്പെടുന്നുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അപ്പം ആ ഭാഗ്യപരീക്ഷണത്തിലാണ് ഓരോ നിർമ്മാതാക്കളും ഉള്ളത്. അപ്പം അവർ ഇതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി ഈ തിയേറ്ററിലും ആളെ കയറ്റി അതിനുശേഷം ഇത് വിട്ട് OTT-യിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പം OTT-യിൽ എന്താണ് സംഭവിക്കുന്നത്? OTT-യിൽ ഇപ്പം പടം എടുക്കുന്നില്ല, എല്ലാം പേപ്പർ വ്യൂവിനാണ്. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ സംഭവത്തിനകത്ത് OTT കൊണ്ടുകൊടുത്ത് OTT-യുടെ പേപ്പർ വ്യൂവിൻ്റെ സംഭവങ്ങളെന്ന് പറഞ്ഞ് തിരിച്ചവസാനം കൈ കിട്ടുമ്പോഴേക്കും 5 ലക്ഷം 6 ലക്ഷം ഒക്കെ എഴുതി ഇമെയിൽ അയച്ചു കൊടുക്കുന്നത് നിർമ്മാതാവിന് കിട്ടുന്നത്. അതാണ് അവസ്ഥ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഈ റിവ്യൂസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ റിവ്യൂ ബോംബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല നിർമ്മാതാക്കളും പറയുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ ഭയങ്കരമായി ബാക്ക്ലാഷ് ചെയ്യുന്ന നിർമ്മാതാക്കൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇതേ ആളുകൾ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ച് അത് പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് ഇതേ നിർമ്മാതാക്കൾ യൂസ് ചെയ്യാറുമുണ്ട്. സോ ഇത് രണ്ട് വെള്ളത്തിൽ കാല് വെക്കുന്ന പോലെ പണ്ടോട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ട്, ഈ പല പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സും പറഞ്ഞിരിക്കുന്ന ചില സിനിമകൾക്ക് അവർ കണ്ട ഒപ്പീനിയൻ പോലെ അല്ല ഓഡിയൻസ് ഇപ്പോൾ എടുത്തു വെച്ചേക്കുന്നത്. ചില നെഗറ്റീവ് റിവ്യൂവേഴ്സ് പറഞ്ഞ വളരെയധികം ഫാൻ ഫോളോയിങ് ഉള്ള റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറഞ്ഞ സിനിമകൾ ഇവിടെ പോസിറ്റീവായിട്ട് ഇപ്പോഴും റൺ ചെയ്യുന്ന സിനിമകൾ ഇപ്പോഴും തിയേറ്ററിലുണ്ട്. ഇതെങ്ങനെയാണ് ഇതിന്റെ റിവ്യൂ സ്ട്രാറ്റജി പരിപാടി എങ്ങനെയാണ്? റിവ്യൂസ് എന്ന് പറയുന്നത് സിനിമയെ സ്വാധീനിക്കാൻ സംഭവിച്ചാൽ മുമ്പ് കുറേ സ്വാധീനിച്ചിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ റിവ്യൂ എന്നതിന് അപ്പുറം, ഇപ്പം റിവ്യൂവേഴ്സ് എന്നതിനപ്പുറം തന്നെ ഇപ്പോൾ ഒരു റിവ്യൂ പറയുന്ന ആൾ എത്ര സമയത്തായിരിക്കും പറയുന്നത്? ഒരാൾ പറയുന്നത് ഇപ്പം അശ്വന്ത് ഗോക്കിനെ എടുത്താൽ പടം ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ അശ്വന്ത് ഗോക്ക് പറയത്തില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അശ്വന്ത് ഗോക്കിന്റെ ഒരു റിവ്യൂ വരുന്നത്. ആ ദിവസം തന്നെ വരും. ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ പാതിരാത്രി 12 മണിക്കൊക്കെ ഗോക്ക് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് വന്നിട്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ഭയപ്പെടുന്നത് എന്തിന്? റിവ്യൂവേഴ്സിനെ ഭയപ്പെടണം. നമ്മളൊരു കോണ്ടന്റ് എടുത്തു വെച്ചു, അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ അവരെ പിറകെ പോകേണ്ടത്? അവരെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു അല്ലെങ്കിൽ അവരെ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു എന്നുള്ളത് ബോധറിയണ്ട. അവരുടെ ഇഷ്ടം, അവർക്ക് സംസാരിക്കാനുള്ള അവർക്ക് നിയമപരമായിട്ട് അവകാശമുണ്ട്. അവർ സിനിമയുടെ കഥയല്ലാത്ത രീതിയിൽ പറയുന്ന രീതിയിൽ ഇന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സംഭവമുണ്ട്. പക്ഷെ അതിനിടയിൽ ചില റിവ്യൂവേഴ്സ് പറയുന്നുണ്ട് സിനിമ കാണരുത് എന്നൊക്കെ പറയുന്ന, സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവനെ ബാൻ ചെയ്യണം, ആ ചാനലിനെ ബാൻ ചെയ്യണം, അങ്ങനെ പറയാൻ പാടില്ല. അല്ലാത്ത രീതിയിൽ സിനിമയെ അവർക്ക് നിരൂപണം ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ നിരൂപണം ചെയ്യുമ്പം പോലും ചില ചിത്രങ്ങൾ ഇവർ നിരൂപണം ചെയ്തിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി എന്നുള്ള സംഭവങ്ങൾ. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ്, നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് അവിടെ പൈസ കൊടുത്താണ്, പക്ഷെ അതൊക്കെ മൊത്തം മുക്കിക്കാണും. അപ്പം ഈ എക്സാമ്പിൾ ഇവർ പറയുന്ന റിവ്യൂസ് പോസിറ്റീവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ആൾക്കാർ ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുന്നു. ഇത് നേരെ പോകുന്നത് എവിടെയാണ്? മാർക്കറ്റിങ്ങിലേക്കാണ്, പ്രേക്ഷകരുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി കിട്ടുമ്പോഴേക്കും പ്രേക്ഷകർ എന്ത് വിചാരിക്കണം? ഇയാൾ പറയുന്നത് കറക്റ്റാണ്, ഇത് സിനിമാക്കാരൻ തന്നെയാണല്ലോ ഇടുന്നത്. അതേ സിനിമാക്കാരൻ തന്നെ അപ്പുറത്ത് ഇവൻ നെഗറ്റീവ് പറയുമ്പോഴേക്കും പത്രസമ്മേളനം വിളിക്കുന്നു, അവനെതിരെ അവൻ എൻ്റെ സിനിമയെ നശിപ്പിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം എക്സാമ്പിൾ അശ്വന്ത് ഗോക്ക് തന്നെ അല്ലെങ്കിൽ ഷസാമ ആരോ ആയിക്കോട്ടെ, ഇൻ ബിറ്റ്വീൻ റിവ്യൂ പറഞ്ഞ സിനിമകളുണ്ട്. അപ്പോഴും ഇവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇവർ നല്ലത് മാത്രം പറഞ്ഞപ്പോൾ മ്യൂസിക് കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന കൊള്ളാം, ആ പോർഷൻ മാത്രം ഉപയോഗിച്ചിട്ട്. ഇനി വേറൊരു ടീമും ഉണ്ട്, സിനിമയ്ക്ക് മൊത്തം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ ബാക്ക്ഡ്രോപ്പൊക്കെ നല്ലതായിരുന്നു, ആർട്ട് ഡയറക്ഷൻ നല്ലതായിരുന്നു, മറ്റേതാണെന്നൊക്കെ പറയുമ്പോഴേക്കും അതും കട്ട് ചെയ്തെടുക്കും. എവിടെയെങ്കിലും കിട്ടിയ തുണ്ടുകൾ കട്ട് ചെയ്തിട്ട് ആ പാവങ്ങൾ അതും എടുത്ത് പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ആരെയാണ്? ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ആ റിവ്യൂവേഴ്സിനെയാണ്. ആ റിവ്യൂവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും നെഗറ്റീവ് പറഞ്ഞ ഒരു സാധനം എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരാൾ നെഗറ്റീവ് ഇട്ട ഒരു സാധനം പോസിറ്റീവ് ഇട്ടപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ ഓക്കെ, നെഗറ്റീവ് ഇടുമ്പം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. എന്തിനാണ് അവരെ ബാക്കിലേക്ക് പോകുന്നത്? ഞാനിപ്പോൾ പറയാം. കറുപ്പ് എന്ന് പറഞ്ഞ ചിത്രം കേരളത്തിൽ ചെയ്തത് ഞാനാണ്. കഴിഞ്ഞ ദിവസം അത് 300 കോടി കഴിഞ്ഞു, വേൾഡ് വൈഡ് കഴിഞ്ഞു. കേരളത്തിലും എനിക്ക് തോന്നുന്നു 10 വർഷം കഴിഞ്ഞതിന് ശേഷം സൂര്യ സാറിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷനാണ്, 14 കോടിയും കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് പോവുകയാണ്. ഇതിന് നെഗറ്റീവ് റിവ്യൂ ആണ് ഈ പ്രമുഖ നിരൂപകൻ പറഞ്ഞത്. അശ്വന്ത് തന്നെ ഇട്ടത് നെഗറ്റീവ് റിവ്യൂ ആണ്. എന്നിട്ട് അവസാനം പറഞ്ഞ കുറെ തമിഴന്മാർ ചിരിക്കുന്നത് കണ്ടു, തിരിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിന്റെ അവസാനം അതിന്റെ ഡയറക്ടർ ചെയ്ത ഇതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തു. അശ്വന്ത് എന്തോ പറഞ്ഞോട്ടെ, ഞാൻ ഊണ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ സംഭവത്തിലും നല്ല പോസ്റ്റർ കിട്ടിയാലും അല്ലാത്ത സംഭവങ്ങൾ കിട്ടിയാലും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ചെയ്യാറുണ്ട്, അതിൻ്റെ ഫാൻസും ഞാനായിട്ട് കൊളാബ് ചെയ്യാറുണ്ട്. നമ്മൾ ഈച്ച് ആൻഡ് എവരിത്തിങ് അതിനുവേണ്ടി വർക്ക് ചെയ്യാറുണ്ട്, പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സൂര്യ സാർ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഫാൻസിനും എനിക്കും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ട്. ഞങ്ങൾക്ക് ഇത്രയും മതി, ഞങ്ങൾക്ക് ഈ നിരൂപണം ആവശ്യമില്ല. ഈ നിരൂപണം കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വരാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതേ അശ്വന്ത് ഗോക്ക് തന്നെ അതിന് മുമ്പ് പറഞ്ഞ വേറൊരു സിനിമയുടെ റിവ്യൂവിന് താഴെ മൊത്തം നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു.
ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ മറ്റൊരു സിനിമ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ സിനിമ ഇത് ചെയ്തില്ല, ഇവരാണ് നശിപ്പിച്ചത് എന്ന് പറഞ്ഞു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഹരിയാണ് ഇന്റർവ്യൂ എടുത്തതെന്ന് തോന്നുന്നു. ഞാൻ ഹരിയോട് തന്നെ ചോദിക്കുന്നു, ഒരാൾ ഇപ്പൊ അശ്വന്ത് പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് നിരൂപണം ചെയ്യുന്നു എന്ന് പറയുന്നു. അശ്വന്ത് പൈസ കൊടുത്തതിന് എവിടെയാണ് തെളിവ്? ശരി, ഇടനിലക്കാരൻ വന്നു എന്ന് പറഞ്ഞു തിരിച്ചെന്റെ തീർന്നിട്ട്. ഈ ഇടനിലക്കാരൻ വന്നു, ആര് വന്നു, എന്ത്, അയാൾക്ക് പേരില്ലേ? ഒരു മാധ്യമ സ്ഥാപനത്തിൽ വന്നിരുന്നിട്ട് ഒരു കാര്യം വിളിച്ച് പറയുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങളില്ലാതെയാണ് ഒരു പ്രസ് മീറ്റ് വിളിക്കേണ്ടത്. അത് മാത്രമല്ല, ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിവ്യൂവേഴ്സിനെതിരെ റിവ്യൂ ബോംബിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് വലിയ ഇഷ്യൂസ് നടക്കുകയും, എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ശ്യാം പത്മനാഭൻ അദ്ദേഹം ഹൈക്കോർട്ടിൽ ഇതിനുവേണ്ടി ഹൈക്കോർട്ട് ആവശ്യപ്പെട്ടിട്ട് ഒരു അമിക്കസ് ക്യൂറി റിപ്പോർട്ട്, അദ്ദേഹം അമിക്കസ് ക്യൂറി ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചും ബാക്കിയുള്ള സംഭവങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇവിടുത്തെ സംഘടനകളും ബാക്കിയുള്ള ഒരു ഫോളോ അപ്പ് ചെയ്യാത്തത്? അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഉണ്ട്, അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകാരൻ ഒരു നിർമ്മാതാവിനെ വിളിച്ചുകൊണ്ട് എനിക്ക് പോസിറ്റീവ് റിവ്യൂ ഇടാൻ പൈസ വേണം എന്നുള്ള തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കാം. പോലീസ് സ്റ്റേഷനിൽ പോയാൽ അത് കേസാണ്, അതിന്റെ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. റിവ്യൂവർ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാം. ഇതൊക്കെ നിയമപരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഓൾറെഡി ഹൈക്കോടതിയിൽ കിടപ്പുണ്ട്. ഇതിനെ എന്തുകൊണ്ട് ഫോളോ ചെയ്ത് നടപ്പിലാക്കുന്നില്ല? പിന്നെ തെളിവില്ലാത്ത കാര്യങ്ങളെ വെച്ച് പറഞ്ഞിട്ട് എവിടെയെങ്കിലും നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ റിവ്യൂവേഴ്സ് എന്നുള്ള സംഭവത്തിനകത്ത് ഞാൻ ഒരു സിനിമയുടെ PR ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ സിനിമയോടൊപ്പം നിൽക്കുന്ന സംഭവമാണ്. എക്സാമ്പിൾ ഞാൻ പറയുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇത് ആദ്യം കഴിഞ്ഞ നിരൂപണമൊക്കെ വന്ന് തിരിച്ചെല്ലാവരും പോയി. പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ ഓടിയ പടമാണ്. നിരൂപകർ നെഗറ്റീവ് പറഞ്ഞാലും പ്രശ്നമില്ല. അതിനുശേഷം ഉണ്ടായത് സുമതി വളവ്, നല്ല നെഗറ്റീവാണ് കിട്ടിയത്. പക്ഷെ സുമതി വളവ് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും എന്നെ സംബന്ധിച്ച്, ആ സിനിമയിൽ വർക്ക് ചെയ്തവരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ആ സിനിമ ഹിറ്റാണെന്ന് പറഞ്ഞാൽ ഏകദേശം 34 കോടി കളക്ട് ചെയ്ത പടമാണ്. പക്ഷേ പ്രൊഡ്യൂസർ അത് നഷ്ടമെന്നല്ലേ പറയുന്നത്? പ്രൊഡ്യൂസർ നഷ്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹരി ഒരു നിർമ്മാതാവാണ്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹരിക്ക് എത്ര ബഡ്ജറ്റ് ആയെന്ന് ചോദിക്കണം. ഹരി ഒരു പടം എക്സാമ്പിൾ പറഞ്ഞോളൂ. ഈ പടം ഒരു പടം ഹരി 12 കോടി രൂപ 12 കോടി രൂപ ആയിട്ടാണോ ഹരി വരുന്നത് ഈ പടം ചെയ്യാൻ വേണ്ടി? ആണല്ലോ. ഇവിടെ സംഭവിച്ചാൽ നിർമ്മാതാവ് അദ്ദേഹം കഷ്ടത്തിലായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് നോക്കുമ്പോൾ മാളികപ്പുറം ടീമാണ്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി കുറേ ബിസിനസ് ചെയ്യുന്നു. അദ്ദേഹം തന്നെ പല പ്രസ് മീറ്റിലും പറഞ്ഞതാണ്, കുറേ ബിസിനസ് ചെയ്യുന്നു, അവിടെയൊക്കെ കടങ്ങൾ വന്നു, ഈ കടങ്ങൾ എങ്ങനെയെങ്കിലും നികത്താം എന്ന് വെച്ചിട്ട് അദ്ദേഹം വന്നത് കുറച്ച് പൈസയുമായിട്ടാണ് വന്നത്. 3-4 കോടി വന്നതിന് ശേഷം ബാക്കി പൈസകൾ അദ്ദേഹം പലിശയ്ക്ക് എടുത്തതാണ്. പലരിൽ നിന്നും പലിശയ്ക്ക് എടുത്ത സംഭവങ്ങളാണ്. ഒരു വേറൊരു കോ പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നൊക്കെ പലിശയ്ക്ക് മേടിച്ചതാണ്. അവസാനം ഈ പലിശയ്ക്ക് മേടിച്ച സംഭവം ഈ പലിശയാണ് ബാക്കിയുള്ള സംഭവം. ഞാൻ അദ്ദേഹത്തിനോട് അവസാനം ചോദിച്ചു, ഇതിൻ്റെ എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം കൊടുത്ത ഇൻട്രസ്റ്റുകളാണ് ബാക്കിയുള്ള സംഭവം. അപ്പം ഇതിൽ അഭിനയിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇതിനകത്ത് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടില്ല. 12 കോടി ബഡ്ജറ്റ്, 12 കോടിക്ക് മേലെ വരുന്ന സംഭവങ്ങൾ അതിനകത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സംഭവത്തിൽ ഇതില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്ന സംഭവം വെച്ചാൽ ഇതിൻ്റെ അകത്ത് പല ടെക്നീഷ്യൻസിന് ഇനിയും പൈസ കിട്ടാനുണ്ട്, ആർട്ടിസ്റ്റിന് കിട്ടാനുണ്ട്, പലർക്കും കിട്ടാനുണ്ട്. അപ്പൊ ഇവിടെ കിടന്ന് അല്ലാതെ കിടന്ന് പുറത്ത് യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കിട്ടിയോ? ഇല്ല. കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രൊഡ്യൂസറിന്റെ ആ ഒരു കഷ്ടപ്പാട് പറഞ്ഞ് ഞാൻ ഇത്രയും അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അദ്ദേഹം എവിടെ നിന്നൊക്കെ പൈസ മറിച്ചും റോൾ ചെയ്ത് എടുത്തുകൊണ്ടുവന്ന സംഭവമാണ്. അദ്ദേഹത്തിന് ഈ സിനിമ വെഞ്ചർ നഷ്ടമായിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് നഷ്ടമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ 12 കോടി ഇല്ലാത്ത ഹരി 12 കോടിക്ക് സിനിമ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ കംപ്ലീറ്റ് പലിശയ്ക്കും ഒക്കെ പൈസ എടുത്തിട്ട്. അല്ല, അങ്ങനെയല്ലോ അദ്ദേഹം പറയുന്നത്, ഇത്ര കോടിക്ക് ബഡ്ജറ്റ് തീർക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് വീണ്ടും എക്സ്റ്റെൻഡ് ആയി പോയി എന്നാണ് പറഞ്ഞത്. ഹരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 12 കോടിക്ക് ഹരി ബഡ്ജറ്റിൽ തീർക്കാന്ന് പറയുമ്പോൾ ഈ 12 കോടി ചെലവാവണ്ടേ? ഈ 12 കോടിക്കകത്തല്ലേ ടെക്നീഷ്യൻസിന്റെ പൈസ വരുന്നത്, ഈ 12 കോടിക്കകത്തല്ലേ ആർട്ടിസ്റ്റിന്റെ പൈസ വരുന്നത്, 12 കോടിക്കകത്തല്ലേ ഡയറക്ടറിന്റെ പൈസ വരുന്നത്, മാർക്കറ്റിംഗിന്റെ എല്ലാം അതിനകത്ത് തന്നെയല്ലേ വരുന്നത് തിരിച്ചിന്റെ. ഈ 12 കോടി അപ്പൊ ഇവർക്ക് ബാക്കി ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ 12 കോടിയാവും? അതെങ്ങനെ ബഡ്ജറ്റ് ആവും? ഇല്ല, 12 കോടിക്ക് മേളിൽ പോയി. ബഡ്ജറ്റ് വെച്ചിരുന്നത് 15. ബഡ്ജറ്റ് എന്റെ കയ്യിലുണ്ട് തിരിച്ചിന്റെ തന്നിട്ട്. എനിക്ക് ബഡ്ജറ്റ് അല്ലല്ല, അത് ഞാൻ പറഞ്ഞ സംഭവം ഇല്ല. അദ്ദേഹത്തിന് കൂടുതൽ പോയ സംഭവം എന്ന് പറഞ്ഞാല് ഈ ഇൻട്രസ്റ്റ് ആണ്. ഈ സിനിമ 100 ദിവസം ഷൂട്ടിങ്ങിലേക്ക് പോകുമ്പോഴത് മാറും. ഇയാൾ അത്ര ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അതിന്റെ പ്രൊഡ്യൂസർ അത്രയും ഇൻട്രസ്റ്റ് കൊടുക്കണം. കാരണം അദ്ദേഹം പലയിടത്തു നിന്ന് പൈസ മറിച്ചാണ്. അപ്പം എന്താ പറയാ, ഇത് വട്ടിപ്പലിശയ്ക്ക് എടുക്കുന്നത് പോലെ ഇതിന്റെ അകത്ത് വലിയ എമൗണ്ടുകൾ കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതിന്റെ പ്രൊഡക്ഷനിലല്ല ഇത് ചിലവാക്കുന്നത്, അദ്ദേഹത്തിനുണ്ടായ നഷ്ടമാണ്. പ്രൊഡക്ഷനിൽ ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം വലിയൊരു ഉണ്ടായിട്ടുള്ളത് പലിശയും കൂട്ടുപലിശയുമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത്ര ഇൻട്രസ്റ്റ് വരുമ്പോഴേക്കും അതിന്റെ സംഭവങ്ങൾ മാറിയിരിക്കുക. ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 30 ഇത്രയും കളക്ഷൻ തിയേറ്ററിൽ നിന്ന് വരികയും ഇതിന് ഏകദേശം 4 കോടിയോളം രൂപ 3.25 കോടിയോളം രൂപ സാറ്റലൈറ്റ്, ഇത് OTT പോയ പടമാണ്. അതിലും സ്ട്രീമിംഗിൽ ഇത്രയും മിനിറ്റ്സിൽ നിന്ന പടമാണ്. ഈ പടം ഗംഭീരമാണെന്നുള്ള സംഭവത്തിലൊന്നുള്ള ഞാൻ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ പ്രേക്ഷകർ കണ്ടു തിയേറ്ററിൽ, അതിനോടൊപ്പം നിന്ന് കണ്ട ഒരു ചിത്രമാണ്. അല്ല, സ്വാഭാവികമായിട്ടും പ്രതീക്ഷയാണല്ലോ അതിന് മാർക്കറ്റിംഗ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയുണ്ട്, അതിൻ്റെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, 3-ാം വാരത്തിലേക്ക് പോയതായിക്കോട്ടെ, കളക്ഷൻസ് ആയിക്കോട്ടെ, സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നതായിക്കോട്ടെ, അവിടെയാണ് ഈ ഓഡിയൻസിന് വൈരുദ്ധ്യം വരുന്നത്. ഇപ്പം എനിക്കും വൈരുദ്ധ്യം വരുന്നതാണ്.
സൂപ്പർ ഹിറ്റ് ആണെന്ന് സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർ അറിയാണ്ട് അതിന്റെ പോസ്റ്റർ പുറത്ത് വരില്ല. ഉം. അപ്പോൾ അറിയുമല്ലോ, ഉറപ്പായിട്ടും അതിന്റെ മാർക്കറ്റിംഗിലൂടെ പ്രതീക്ഷിക്കുന്ന കയ്യിലേക്കും ആളുകളിലേക്ക് എത്തും. എന്നിട്ട് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പടം നഷ്ടം എന്ന് പറയുമ്പോൾ ആളുകൾ ഏത് വിശ്വസിക്കണം എന്നൊരു ചോദ്യം ഇത് സ്വാഭാവികം. അന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ കളക്ഷൻ ബാക്കിയുള്ള സംഭവങ്ങൾ വരുമ്പോഴും ഇതേ പ്രൊഡ്യൂസർ തന്നെയാണ് പറഞ്ഞത് തിരിച്ചിട്ട് തരുന്നിട്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ഇതിൻ്റെ അത് ആക്ച്വലി ഇതിന് പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ല. ഇതെപ്പോഴും അദ്ദേഹം ഒരു തവണ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു സാധനം ഇത് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ത്രെഡിലേക്ക് പോയി, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ത്രെഡിലേക്ക് പോയി. അത് അദ്ദേഹം അറിഞ്ഞില്ല. അപ്പം എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ് പറഞ്ഞപ്പോഴേക്കും ഇത് ആരോ കണ്ട ഒരാൾ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്തു വെച്ചു. ഇത് കിടന്ന് ഒരു 3 ആഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. പിന്നെയാണ് ഇത് ഇത്രയും വലിയൊരു എൻ്റെ ഒരു നിർമ്മാതാവ് തലേ ദിവസം അല്ലല്ല, ഇത് നേരത്തെ പോയതാണ്. അതിനു മുമ്പ് വേറെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇത് ചെയ്തതാണ്. തലേ ദിവസമല്ല, ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് തിരിച്ചെടുത്തത്. പക്ഷെ അദ്ദേഹം അത് തെറ്റിക്കുന്നില്ലല്ലോ, അദ്ദേഹം അതിൽ തന്നെയല്ലേ നിൽക്കുന്നത്. ഞാൻ പറയുകയാണ്, ഇപ്പം ഞാൻ തിരിച്ച് പറയുകയാണ്. ഇപ്പം മുരളി ചേട്ടൻ പേര് തന്നെ പറയാം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് എൻ്റെ എടാ എനിക്ക് നഷ്ടമാണ്, എടാ ഇത് ഇന്നതാണ് സംഭവം, ഇന്നതാണെന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. എനിക്കെന്ത് പറയാൻ പറ്റും? കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളി പറയുന്ന പുള്ളിയുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഹരി പടം എടുത്ത നിർമ്മാതാവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ആ പൈസ മറിച്ചു, ഇത് ചെയ്തു, നീ നോക്ക്, ആ ബഡ്ജറ്റ് നോക്ക്. അതിനകത്ത് ഞാൻ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വഭാവം അദ്ദേഹം ഇൻട്രസ്റ്റ് ബാക്കിയുള്ളടത്ത് കൊടുത്തു, അടുത്ത കമ്പനിക്ക് കൊടുക്കുന്നു, അത് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു, അടുത്ത കമ്പനി വരുന്നു, അങ്ങനെ ബാക്കിയുള്ള വ്യക്തിക്ക് കൊടുക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതിനിടയിൽ കുറച്ച് പേരുടെ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് പുള്ളി കൊടുക്കാനുണ്ട്. അത് ഞാൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇട്ടു. ഇപ്പൊ ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റിനും ഒക്കെ പൈസ കിട്ടാനുണ്ട്. അപ്പൊ അദ്ദേഹം അത് സമ്മതിച്ചു, ഞാൻ കൊടുക്കാനുണ്ട്, എന്റെ കയ്യിലില്ല കൊടുക്കാൻ വേണ്ടി, എന്തെങ്കിലും കിട്ടും. അതായത് സിനിമയ്ക്ക് മുടക്കിയിരിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് തിരിച്ചു കിട്ടിയിരിക്കുന്ന റവന്യൂ പ്രകാരം ഈ സിനിമ ഹിറ്റാണ്. അതും ഞാനല്ല പറയേണ്ടത്. ഇടയ്ക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ കൃത്യമായ കണക്ക് പുറത്തുവിട്ടിരുന്നു. അതായത് പലരും പറഞ്ഞു വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സംഭവം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഇതെന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ പൈസ മുടക്കിയതും ഇത് തിരിച്ചു കിട്ടാനുള്ള പാടെന്താണ്? കാരണം ഇപ്പോൾ ഒരു പടത്തിന്റെ ബഡ്ജറ്റ് പുറത്തുവിടാൻ ഇത്ര പ്രശ്നമുണ്ട്. അത് പലരും പറയുന്നത് OTT കിട്ടാറുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ബഡ്ജറ്റ് പുറത്തുവിടാൻ പറ്റില്ല. അത് നിർമ്മാതാവിന്റെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ നിർമ്മാതാവാണെങ്കിൽ ഞാൻ കിടന്ന് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് ഇതായിട്ടില്ല, ഇതിൻ്റെ അകത്തിരുന്നിട്ട് ഞാൻ OTT കൂടി നോക്കിയിട്ട് മാത്രമേ ബിസിനസ് പറയത്തുള്ളൂ. അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ്, നിർമ്മാതാവിന്റെ ഇതിലിരിക്കുന്ന ഒരു സംഭവം. പക്ഷേ ഓഡിയൻസിന് അത് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ തെറ്റുണ്ട്. അവർ ഓഡിയൻസിന് അത് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സംഭവം. ഇതിൻ്റെ അകത്തൊരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സംഭവം, അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ബഡ്ജറ്റ് ഇടുന്ന സമയത്തിലൊക്കെയും ഹരി എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ എനിക്ക് തരുന്നു, അല്ലെങ്കിൽ എൻ്റെ ചായയുടെ രൂപ 20 രൂപയാണെങ്കിൽ അതും ചേർത്ത് എൻ്റെ ചിലവ് ഇത്ര, അടുത്ത ആളുടെ ചിലവ് ഇത്ര, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ ഔട്ട് ഇറക്കുന്ന സംഭവം, അതാണ് ബഡ്ജറ്റ്. ഈ പൈസയാണ് പുറത്തു പോകുന്നത് തിരിച്ച്. ഇതിനകത്ത് എക്സീഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് വന്നിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ക്ലോസ് ചെയ്യുന്നത്. നമുക്കൊരു ക്ലോസിംഗ് ബാലൻസും ഒക്കെ കാണുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിർമ്മാതാവ് വാശി പിടിക്കുകയാണ്, തിരിച്ചിൻ്റെ തരുന്നിട്ട് അടുത്ത ഇൻട്രസ്റ്റ് വരുന്നു, അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നു, OTT അത്ര ഞാൻ കൊടുത്തപ്പോൾ വീണ്ടും 4 കോടി അവിടെ വാങ്ങിച്ചിട്ട്, അപ്പൊ ഞാൻ ക്ലോസ് ചെയ്യില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ പോലും അതിന്റെ ബഡ്ജറ്റ് ആളുകൾക്ക് അറിയില്ല. നമ്മളൊരു സ്കെയിൽ നോക്കുമ്പോഴേക്കും നമ്മൾ ഊഹിക്കുകയാണ്, ഇതൊരു ഇത്രയും കോടി വരുമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും കോടി വരുമായിരിക്കും. ചിലരിത് സിനിമ ബഡ്ജറ്റ് റിവീൽ ചെയ്യും, അപ്പോൾ ആലോചിക്കുമ്പോൾ ഇതിന് ഇത്രയും ഉണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ പറയുന്ന ഓഡിയൻസിന്റെ ഉള്ളിൽ ഇങ്ങനൊരു ബഡ്ജറ്റ് അറിയണം എന്ന് ചിന്തിച്ചതിൽ തെറ്റില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അത് പ്രൊഡ്യൂസേഴ്സ് ഒരു 3 മാസം പുറത്തു വിട്ടു, പിന്നെ അതില്ല, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ല? ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഡിയൻസിന് ക്ലൂ ഇല്ല. ഈ പൈസ അതിനെന്ത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചിലപ്പം കോൺഫിഡൻഷ്യലായിട്ട് അവർ വെച്ചേക്കുന്ന സംബന്ധിച്ച് ചിലപ്പം ഞാനൊരു താരമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ താങ്കൾ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ പറയാം നമുക്ക് അസോസിയേഷനിൽ ചെയ്യാം. അതായത് ഞാൻ ഇത്ര പൈസ എനിക്ക് തന്നാൽ മതി, ബാക്കിയുള്ള സംഭവം പ്രോഫിറ്റ് വരികയാണെങ്കിൽ എനിക്ക് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഈ ഫണ്ട് കൂടി അവിടെ ആഡ് ചെയ്യപ്പെടും തിരിച്ച്. ഞാൻ 20 കോടി വാങ്ങിക്കുന്ന നടനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 20 കോടിയായിരിക്കും എൻ്റെ ബഡ്ജറ്റിൽ കയറി കിടക്കുന്നത്. പക്ഷേ ഹരി എനിക്ക് 5 കോടിയേ തരുന്നുള്ളൂ. ഇപ്പോൾ പടം പ്രോഫിറ്റ് ആയാലും 15 കോടി വരും തിരിച്ച്. അപ്പോൾ അത് പടം ഓടിക്കഴിഞ്ഞ് OTT ബിസിനസ്സും കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ നടക്കത്തുള്ളൂ. അടുത്തൊരു ടെക്നീഷ്യനും അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. തിരിച്ചിട്ട് എനിക്ക് ഇത്രയും മതി, എനിക്കിപ്പോൾ 1 കോടി രൂപ തന്നാൽ മതി, പടം ഹിറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ പ്രതിഫലം 5 കോടിയാണ്, നമുക്കൊരു എഗ്രിമെന്റ് ചെയ്യാം എന്നൊരു ക്യാമറമാൻ പറയുകയാണ്, അല്ലെങ്കിൽ എഡിറ്റർ പറയുകയാണ്, ആർട്ടിസ്റ്റ് പറയുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടല്ലേ അതിന്റെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും. പടം ലോസ് ആണെങ്കിൽ അവിടെ അത്രയും കോടികൾ മാറുകയല്ലേ, അങ്ങനെ ചെയ്യാം. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഈ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അശ്വന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ഒരു ഇടനിലക്കാരൻ വിളിക്കുന്നു, പൈസ ചോദിക്കുന്നു എന്നുള്ളത്. ഈ റിവ്യൂവേഴ്സ് പൈസ ഇപ്പം പ്രതീക്ഷിപ്പിക്കാറുള്ളൂ. സ്വാഭാവികമായിട്ടും മാർക്കറ്റിംഗ് ആകുമ്പോഴേക്കും ഓരോ റിവ്യൂവേഴ്സിനെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കില്ല, എനിക്കറിയില്ല. ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ? അത് ഹരി ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു നിർമ്മാതാവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ ഹരിയെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, സാർ ഇങ്ങനെയാണ്. അപ്പം പറയാം അശ്വന്ത് ഗോക്ക് ഇവർക്കൊക്കെ പൈസ കൊടുത്താൽ നടക്കുമെന്ന് വേറൊരു ടീമൊന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും ഞാൻ തിരിച്ച് ഹരിയുടെ അടുത്ത് പറഞ്ഞ, ഹരി അശ്വന്ത് ഗോക്കിനോ കുമാറിനോ രാജനോ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പൈസ കൊടുത്തിട്ട് ചെയ്യും, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ബന്ധമില്ല, പറഞ്ഞവരുടെ അടുത്ത് ചെയ്യൂ എന്നുള്ള സംഭവത്തിൽ പറയും. പക്ഷെ ചിലരത് പറയുന്നുണ്ട് നിർമ്മാതാവിൻ്റെ അടുത്ത്.
ഇതേ അശ്വന്ത് ഗോക്ക് മാത്രമല്ല, ഇൻക്ലൂഡിങ് പേളി മാണി പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ, ഈ ഇൻഡസ്ട്രിയിൽ ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. ഇന്റർവ്യൂ, പേളി മാണി ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്, ബഡ്ജറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം സംഭവം എന്ന് വെച്ചാൽ, പേളി മാണിയുടെ ഷോയിൽ പേളി മാണി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനെയാണ് തീരുമാനിക്കുന്നത്. അവരുടെ സ്വന്തം സ്റ്റുഡിയോ ആണ്. അവിടെ വരുന്നവർക്ക് തിരിച്ചിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന ആ ഒരു യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന സാധനത്തിനകത്ത് അവർ വരുന്ന ഗസ്റ്റിന് പോലും ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുത്താൽ പറഞ്ഞു വിടുന്നത്. ആ ഒരു ആദ്യത്തെ മര്യാദയാണ് പറഞ്ഞത്. അതിന് പോലും പൈസ ഇട്ട് മേടിച്ച ആൾക്കാരുണ്ട്. അതാണ് ഏറ്റവും PR അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസി. അവിടെ എന്താണ് ക്ലിക്ക് ആവുന്ന സംഭവം അറിയാമോ? ഇപ്പം താങ്കളാണ് പേളിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പേളിക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പം. ഇതിൻ്റെ തിരുന്നിട്ട് ഞാൻ വിളിക്കുമ്പം ഞാൻ വിളിച്ച് ചോദിക്കുകയാണ്, ഇന്നൊരു തമിഴ് നടൻ വരുന്നു അല്ലെങ്കിൽ ഇന്നൊരാൾ വരുന്നു, അതൊരു സ്റ്റാർഡുള്ള നടനാണ്, മലയാളത്തിൽ സ്റ്റാർഡുള്ള നടനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യാം, നമുക്ക് ഇന്ന ഡേറ്റിൽ ചെയ്യാം. ഇതല്ലേ അവിടെ നിന്ന് തിരിച്ച് കിട്ടുന്ന മറുപടി. അപ്പം എനിക്കിത് ഈസിയാണ്, എനിക്ക് ഈസി ആയിട്ട് ഇത് റൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ നേരെ എൻ്റെ ഏജൻസിയിലേക്ക് വരും. ഞാനിത് അറേഞ്ച് ചെയ്ത് തന്നു. തേർഡ് പേഴ്സൺ അറിയുന്നില്ല, ഞാൻ അവിടെ വന്ന് നിന്ന് കറങ്ങുന്നു, തിരിച്ചിൻ്റെ തിരുന്നിട്ട്. മനസ്സിലായില്ലേ? ഈ പൈസ കിട്ടിയില്ലേ? അതുപോലെ തന്നെ അശ്വന്ത് ഗോക്കിൻ്റെ അവസ്ഥ, ഒരു നല്ല സിനിമ എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ ഏജൻസിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഏജൻസിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ തന്നെ കാണുക, ഇത് കൊള്ളാം. അശ്വന്ത് ഗോക്ക് ഒരു മനുഷ്യനല്ലേ, റോബോട്ടൊന്നും അല്ലല്ലോ, ഒരു സിനിമയെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്ന ഒരുത്തരൊന്നും അല്ലല്ലോ. അപ്പം ഈ കണ്ട ഏജൻസിക്കാരൻ എന്ത് ചെയ്യും? പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയും, സാറേ നമുക്കിതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അശ്വന്തിന് ചിലപ്പോൾ ഇത് വർക്ക് ആകാനൊന്നും ചാൻസ് ഇല്ല, അല്ല മറ്റവന് വർക്ക് ചെയ്യാൻ, കുമാറിന് വർക്ക് ആവാൻ ചാൻസ് ഇല്ല, നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ പൈസ കൊടുത്ത് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം, ഞാനൊന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോഴേക്കും ഇവൻ ഇത് കണ്ട ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇതൊരു ആവറേജ് ആണെങ്കിൽ അയാൾ ഒരിക്കലും ചെന്നിട്ട് ഈ പടത്തിന് അടിച്ച് നശിപ്പിക്കത്തില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവൻ ചെയ്തെന്നുള്ള സംഭവത്തിലേക്ക് വരും. ഇത് അവിടെ ഇരിക്കുന്ന അശ്വന്ത് ഗോക്ക് അറിയുന്നുണ്ടോ? ഈ ഇടനിലക്കാരൻ്റെ പേരാണ് വ്യക്തമാക്കേണ്ടത്, ഈ ഏജൻസിയുടെ പേരാണ് വ്യക്തമാക്കേണ്ടത്. ഒരാളാണോ രണ്ടാളാണോ ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവർ തുറന്നു വന്ന് പറയണം. അതാണ് ആവശ്യം. നേരത്തെ അംഗം അട്ടഹാസത്തിൻ്റെ ആൾക്കാർ പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ആരാണ് ആ തേർഡ് പേഴ്സൺ? ഒരു ഓഡിയോ ക്ലിപ്പ് വിട്ടിട്ട് കാര്യമില്ലല്ലോ. ആരുടെ ഓഡിയോ ക്ലിപ്പ്? എന്തുകൊണ്ട് അതിൻ്റെ നമ്പറില്ലേ? തുറന്നു പറഞ്ഞത് തല പോകുന്ന കേസാണെങ്കിൽ പിന്നെ എന്തിനത് തുറന്നു പറയാൻ വേണ്ടി പോകുന്നു തിരിച്ചെൻ്റെ തിരുന്നിട്ട്? എൻ്റെ അടുത്ത് പല പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഇന്നവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ വേണ്ടി അറിയത്തില്ല. ഞാൻ അശ്വന്ത് ഗോക്കിനെ വിളിച്ചിട്ടുണ്ട്, പൈസയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ല. ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്ന സംഭവത്തിന് വേണ്ടി ഞാൻ ചില റിക്വസ്റ്റുകൾ അശ്വന്ത് ഗോക്കിൻ്റെ അടുത്ത് നടത്തിയിട്ടുണ്ട്. അശ്വന്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് റിവ്യൂ ഇടണേ, നിങ്ങൾ ഇടയിടാതിരിക്കുകയും ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടണേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി അതുപോലെ തന്നെ 2 ദിവസം ഞാൻ പല നിരൂപകരെയും വിളിച്ചിട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച്. കാരണം എന്ന് പറഞ്ഞാൽ ആ 2 ദിവസം അവർ സഹകരിക്കാറുണ്ട്. 2 ദിവസം ഓടാനുള്ളൊരു സ്പേസ് ആ പടത്തിന്, ആ ബ്രീത്തിങ് സ്പേസ് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കത് ആ മഹോത്തരമായിട്ടുള്ള സിനിമയും കാര്യങ്ങളൊന്നുമില്ല, അവരത് ചെയ്തിട്ടുണ്ട്. കാരണം അത് അത്രയും മനസ്സിൽ തട്ടി പറയുന്ന സംഭവമാണ് തിരിച്ചിട്ടത്. പക്ഷേ അതേസമയം ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് പടം ഇറങ്ങുകയാണെങ്കിൽ എനിക്കൊന്നും ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല, അവർക്ക് കിട്ടേ പറ്റും. അവരുടെ ജീവിത ഉപാധിയാണിത്. മറ്റേന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസറിൻ്റെ അവസ്ഥ എനിക്കറിയാം. കുറേ കേസും കാര്യങ്ങളൊക്കെ പോയി അവിടെ പോയി ഇവിടെ പോയി സുപ്രീം കോടതിയിലൊക്കെ പോയി നിൽക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും കൊണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോഴേക്കും ഈ റിവ്യൂ കൂടി വന്നാൽ അത് ഓടത്തില്ല, മൊത്തം എല്ലാം കൂടി അറ്റാക്കായിട്ട് മാറും. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവോ നെഗറ്റീവോ എന്തുവാണോ പറഞ്ഞു, അതിന് നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത് ആ സിനിമയ്ക്കും 2 ദിവസം കഴിഞ്ഞിട്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്രീത്തിങ് സ്പേസ് ആൾക്കാർ കയറി തിയേറ്ററിൽ കണ്ട് അതിൻ്റെ പൊതു അഭിപ്രായം വന്നതിന് ശേഷമാണ് ഇത് വന്നത്. ആ ഒരു സഹകരണം അവർ കാണിച്ചിട്ടുണ്ട്. ഞാനിതുവരെ ഒരു റിവ്യൂവറെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ തരാമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ അല്ലെങ്കിൽ ഈ പടത്തിന് നല്ലത് പറയണോ ചീത്ത പറയണോ ഞാൻ എന്തെന്ന് ചോദിക്കാറില്ല. അവരുടെ അവകാശമാണ്, അവർക്കെന്തും പറയാം. പിന്നെ ഒരു ബ്രീത്തിങ് സ്പേസ് എല്ലാത്തിനും കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ള സംഭവം ഇതാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ബ്രീത്തിങ് സ്പേസ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവരിപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ലാൽ സാറിൻ്റെ മമ്മൂക്കയോട് അല്ലെങ്കിൽ ഒരു സുരേഷ് ഗോപിയോടോ അല്ല അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇറങ്ങുകയാണെങ്കിൽ, വലിയ പ്രതീക്ഷയുള്ള പടങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് അപ്പം തന്നെ ചെയ്താൽ മാത്രമേ 10 രൂപ കാണാം. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് ഇത് കാണുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പോലും ഇതിനകത്ത് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ റിവ്യൂ കാണേണ്ട ആവശ്യം എന്തിനാണ്? അതാണ് പ്രശ്നം. പിന്നെ അടുത്ത സംബന്ധിച്ച് ഈ റിവ്യൂവേഴ്സ് മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ വനിതാ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിലെ ഏതെങ്കിലും തിയേറ്ററിൽ നിന്ന് FDFS നടക്കുന്ന സംഭവത്തിലേക്കും ഹരി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും, ഒരെണ്ണം പോലും നെഗറ്റീവ് വരത്തില്ല. അവരാരും സിനിമയ്ക്ക് എഗെയിൻസ്റ്റ് ഉള്ള സംഭവങ്ങളല്ല. പക്ഷേ അവർ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതേസമയം ഇത് തിരുവനന്തപുരത്ത് നിന്നോ കൊല്ലത്തിൽ നിന്നുള്ള റിവ്യൂകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അവിടെ കണ്ട സിനിമയല്ലേ ഇതെന്നുള്ള രീതിയിലുള്ള ഇവർ തിരിച്ച് പറഞ്ഞിട്ട് പോകുന്നു, തിരിച്ചു നിന്നിട്ട്. അതാണ് അവിടെ ഇപ്പം ആൾക്കാരപ്പം ക്ലിയർ ആയിട്ട് പോകുന്ന എവിടെയാണ് ഇപ്പുറത്ത്. അതാണ് പ്രശ്നം. തിരിച്ച് ഇത് ഇന്നടുത്ത് വന്നാൽ ഇവിടെ ക്ലിയർ ആയിട്ട് കാര്യം അറിയാം, ഇന്ന തിയേറ്ററിലുള്ള ആൾക്കാർ ഇറങ്ങുന്നത് എന്നുള്ളത് ഇതായിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതും സ്വാധീനിക്കപ്പെടുന്നുണ്ട്, റിവ്യൂവേഴ്സ് മാത്രമല്ല, തിയേറ്റർ റെസ്പോൺസ് ഉൾപ്പെടെ സ്വാധീനിക്കും. പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ഇത് അവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് തിരിച്ചിട്ട്. പിന്നെ ഏറ്റവും വലിയ സംബന്ധിച്ചിപ്പം AI വന്ന ഒരു കാലഘട്ടമാണ് ഇതിൻ്റെ തിരുന്നിട്ട്. AI വന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരുന്നിട്ട് ഒരു കുറിപ്പ് എഴുതുകയാണ് തിരിച്ച്, എന്നാ സിനിമ ഏതുണ്ടാക്കി വെച്ചേക്കുന്ന മറ്റാണ് മറിച്ചാണ്, കാലം വന്നിട്ട് പോയി മറ്റത് പോയി മറിച്ച് ഞാൻ കുറേ എഴുതി തള്ളിയിരിക്കുക. ഇത് ഞാൻ മാത്രമല്ല കാണുന്നത്,
ഹരി എന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഹരി ഈ സിനിമയെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സിനിമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹരിയിലേക്ക് ഈ സാധനം പോപ്പ് ചെയ്ത് വരും. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പം നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ അറിയാമല്ലോ തിരിച്ചെത്തുന്നുണ്ട്. അപ്പം അത് അങ്ങനെ വരും. അത് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മുടെ അതിൻ്റെ അകത്ത് സെറ്റിംഗ്സിനകത്ത് ഒരു അൽഗോരിതം എടുത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നോക്കുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും വരും. ഇപ്പം നമ്മൾ മുഖ്യമന്ത്രി സെർച്ച് ചെയ്താലോ പ്രതിപക്ഷ നേതാവിനെ സെർച്ച് ചെയ്താലോ നമ്മൾ മറ്റാരും ചെന്ന് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആര് നല്ലത് എഴുതിയാലും ചീത്ത എഴുതിയാലും തിരിച്ചു വരും. അതാണ് അവസ്ഥ ഇന്ന്. ഈ റിവ്യൂവേഴ്സിന്റെ കാര്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ പൈസ ഇടപാടല്ലാണ്ട് നിങ്ങൾ ആസ് എ ടീം ഇപ്പൊ തന്നെ ഇപ്പൊ ഫിലിം ചേംബറിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യം റിവ്യൂവേഴ്സിനെതിരെയാണ്, റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയാണ്. നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ മിക്ക സ്ക്രീനൊക്കെ വെച്ചു, അത് പിന്നെ ഒന്നും ആയില്ല, ഒരു ഫോളോ അപ്പ് നടക്കുന്നില്ല. എന്തുകൊണ്ട് സംഘടനകൾ ഇത് ഇടപെടാൻ മടിയാകുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ FK ആയാലും KFP ആയാലും ഇപ്പോൾ ചേംബർ ആയാലും ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോഴേക്കും ഇതിനൊരു അപ്ഡേറ്റോ അല്ലെങ്കിൽ അതിനൊരു മുന്നോട്ട് പോക്കോ ഒന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾ വിളിച്ച് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ സംസാരിക്കാറുണ്ടോ? എന്താ, നിങ്ങളാണല്ലോ പ്രൊഡ്യൂസറിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് കാണുന്നത് ഒരു പടത്തിനായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും. ഇതിനെപ്പറ്റി ചർച്ചകളൊന്നും ഉണ്ടാവുന്നതിനെ പറ്റി ഒന്നും ചോദിക്കാറൊന്നുമില്ല. ആദ്യം മുമ്പ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇക്കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ലാസ്റ്റ് ഒരു അസോസിയേഷൻ പറഞ്ഞു ഇങ്ങനെ ഇയാൾക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള സംഭവത്തിനകത്ത് അവരുടെ അച്ഛൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, അതിനെതിരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ള സംഭവത്തിൽ, അതുകൊണ്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പം ഞാനും ഇത് കണ്ടിട്ട് തിരിച്ചിൻ്റെ നോക്കിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്, തിരിച്ച് ഇന്ന ആളുടെ മകനെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ എന്തിനു പറഞ്ഞു തിരിച്ച്, അതുകൊണ്ട് നിയമ നടപടിയായിട്ട് പോകുന്നു. എല്ലായിടത്തും ഞാനും വാർത്തയും കണ്ടു. ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു തിരിച്ചിൻ്റെ നിന്നിട്ട്. സ്വാഭാവികമായിട്ടും ഒരുത്തൻ വീട്ടിൽ നിന്ന് ഉറങ്ങുന്ന ഒരുത്തനെ വിളിച്ചിട്ട് അവൻ പൈസ വാങ്ങിച്ചു, ഇപ്പം ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ചെയ്തു, ഇന്നൊരു ആക്രമണം ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ഞാൻ പ്രകോപിതനാവത്തില്ലേ? ഉറങ്ങിക്കിടന്നിട്ട് ഞാൻ ഒരു തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴേക്കും പ്രകോപിതനാവും തിരിച്ചിൻ്റെ തിരുന്നിട്ട്. എന്നെ തട്ടി ഉണർത്തുന്ന അവസ്ഥ വരും തിരിച്ചിൻ്റെ തിരുന്നിട്ട്. ഇല്ല, പക്ഷെ പ്രതികരണം മോശം തന്നെയായിരുന്നു. അതിൽ എനിക്കൊരു തർക്കമില്ല, ഭയങ്കര മോശം പ്രതികരണമായിരുന്നു. പുള്ളി തിരിച്ച് പ്രതികരിച്ചത് പറഞ്ഞത് മാത്രമൊന്നുമല്ല, വേറെ അല്ല, അതിനകത്ത് ആദ്യം ടൈറ്റിൽ മുതൽ വെച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള സംഭവമാണ് ഇതിന്റെ തിരുന്നിട്ട്. അപ്പം ഈ സംഭവം നമ്മൾ അതിന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇത് വിളിച്ച ആളുടെ പ്രൂഫ്, ഈ വിളിച്ച ആളുടെ പ്രൂഫും ഇതും കൃത്യമായി ഇവിടെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ, ഇന്ന ആൾ വിളിച്ചു അല്ലെ ഇതാണ് നമ്പർ, ഹൈഡ് ചെയ്തിട്ട് കൊടുത്തോ. അവിടെ ആ പ്രൂഫും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൂടെ? ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തിരുന്നിട്ട് ഒന്നും രണ്ടും കാര്യങ്ങളല്ല ഇതിൻ്റെ അകത്തിരുന്നിട്ട് അന്ന് അമിക്കസ് ക്യൂറി എന്ന് പറയുന്നൊരു സംഭവം ചെയ്തത്. അന്ന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അഡ്വക്കേറ്റ് ശ്യാം പത്മൻ അദ്ദേഹം കൊടുത്ത അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനകത്ത് ഏകദേശം 10 ഘടകങ്ങൾ അടങ്ങുന്ന സംഭവങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ അവസാനം ഇതിൻ്റെ ഫേക്ക് പ്രൊഫൈൽ റിവ്യൂസ്, ഫ്രോഡ്ലന്റ് കൺസ്യൂമർ റിവ്യൂസ്, പെയ്ഡ് നെഗറ്റീവ് റിവ്യൂസ്, റെഗുലേറ്ററി മെക്കാനിസം ഫോർ റിവ്യൂ ബോംബിങ്, പ്രപ്പോസ്ഡ് മെഷേഴ്സ് ടു കർബ് റിവ്യൂ ബോംബിങ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റിവ്യൂ, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിലിം റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം കൊടുത്തത്. ഇതിനകത്ത് കംപ്ലീറ്റ് പഠിച്ച് ഈ അഡ്വക്കേറ്റ് ശ്യാം പത്മൻ എല്ലാവരോടും സംസാരിച്ച്, ഞാനും ഇതിനോട് സംസാരിച്ച് തിരിച്ച് കൃത്യമായിട്ടുള്ള സാധനമാണ് കൊടുത്തത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഇത്ര സമയം കഴിഞ്ഞിട്ട് റിവ്യൂ വരുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് വരുന്നില്ല? താങ്കളുടെ ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ഒരാൾ പൈസ ചോദിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് റെക്കോർഡിക്കലി പ്രൂഫ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല? മാധ്യമ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പ്രസ് മീറ്റിലോ ആണോ കൊടുക്കേണ്ടത്? പോലീസ് കംപ്ലൈൻറ്റ് എവിടെ? ഈ തേർഡ് പേഴ്സൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ? അതിനുവേണ്ടിയുള്ള വകുപ്പുകളുണ്ടല്ലോ. സിനിമയെ ഈ അസോസിയേഷൻകാരെല്ലാം അവരുടെ കൂടെ നിൽക്കത്തില്ലേ? ഞാൻ ചോദിക്കുന്ന, അങ്ങനെ ഒരു കേസ് പോലും ഇടാത്ത എന്താണ് തിരിച്ച്? ഇതിപ്പോൾ സ്വമേധ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ അസോസിയേഷനും അല്ലാതെ പറഞ്ഞ അസോസിയേഷനും അവർക്കും കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തു കാണത്തില്ല. അവർ സ്വമേധ എന്തോ ഇത്രയും ചുമ്മാ കയറുന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരാൾ കിടന്ന് ബഹളം വെച്ചപ്പോഴേക്കും അവർ എടുക്കുന്നതാണ്. കാരണം ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സ്വമേധ എന്തോ എടുത്ത സംഭവമാണ്. എന്തുകൊണ്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തില്ല? ഇത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കേണ്ട സംഭവമല്ലേ? അങ്ങനെയാണെങ്കിൽ തെളിവുണ്ടെങ്കിൽ തിരിച്ചിൻ്റെ എടുത്തിട്ട് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന് കൃത്യമായിട്ട് കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ട് വന്ന് പ്രസ് മീറ്റ് വിളിക്കാമല്ലോ തിരിച്ചിൻ്റെ എടുത്ത്. ഇത് പിന്നെ ഞാൻ നോക്കുമ്പോൾ അടുത്ത എന്താണ് അവസ്ഥ? കുറെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഈ പറയുന്ന ആ നടൻ ഇതിൻ്റെ കൂടെ പ്രസ് മീറ്റ് ഇരിക്കുന്നുണ്ട്. ആ പാവത്തിനെ എല്ലാവരും കൂടി എയറിലാക്കി. ഈ ഒരു വീണ്ടും റിവ്യൂ പറയുന്ന ആളും വളരെ മോശമായിട്ട് വീണ്ടും സംസാരിക്കുന്നു. പിറ്റേന്നും കുറേ പേര് അല്ലാത്ത രീതിയിൽ ആക്രമണം നടത്തും. അത് പാവം വൈകിട്ട് എനിക്ക് ഒന്നുമില്ല, തിരിച്ച് എനിക്ക് പ്രശ്നമില്ല, ഇന്നാണ് ഇങ്ങനെയല്ല, പൈസ വാങ്ങുന്ന കാര്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ചാനലിൽ തന്നെ വന്ന് വിളിച്ച് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു തിരിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അയാളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരാൾ വീട്ടിൽ ഇരുന്ന് ഒരു നടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും വന്നിട്ട് ഇതെന്ന് പറയുന്നു. അയാളെ പാവം പ്രസ് മീറ്റ് ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 24 മണിക്കൂർ പുള്ളിക്ക് പൂരത്തെറി. അവനെന്ത് തെറ്റ് ചെയ്തു? അവൻ സിനിമയിൽ അഭിനയിച്ചു, അതിൻ്റെ പ്രൊമോഷൻ വന്നു. ഈ പറയുന്ന കാര്യങ്ങൾ അവനെ വിളിച്ചതല്ല. മാധവ് സുരേഷ് എന്നുള്ള സംഭവം അദ്ദേഹത്തിന് വന്ന കോളല്ല. അദ്ദേഹം വന്നു നിർമ്മാതാവിൻ്റെ കൂടെ ഇരുന്നു തിരിച്ചിട്ട് ഇരുന്നിട്ട്. പക്ഷേ ഈ ചീത്തവിളി അത്രയും കേട്ടത്, നെഗറ്റീവ് അത്രയും കേട്ടത് എന്താണ്? മാധവ് സുരേഷിനല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് ആലോചിച്ച് നോക്കണ്ടേ തിരിച്ചിട്ട് ഇരുന്നിട്ട്? ഒരാളെ കൂടെ നിൽക്കുന്നു, നിർമ്മാതാവിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായി പ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ അത് കേൾക്കേണ്ടി വരുമായിരുന്നു.
പിന്നെ ഒരിക്കലും അശ്വന്ത് ഗോക്ക് അന്ന് രാത്രി ഇട്ട റിവ്യൂവിന് ഞാൻ ഇതിനെതിരെ ഇതിന് ഞാൻ യോജിക്കുന്നുമില്ല. ഞാനിത് കണ്ടപ്പോഴും ഇത്രയും വളരെ കുറച്ച് നല്ല ഭയങ്കര അല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം പൊട്ടിത്തുറച്ച് പറഞ്ഞ സംഭവം എന്നെ തിരുന്നിട്ട്. പിന്നെ ഒരു സമൂഹത്തിൽ അത്രയും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി റിവ്യൂവറാണ്, അദ്ദേഹത്തിന് കുറച്ച് മാന്യമായ രീതിയിൽ കാര്യം പറയായിരുന്നു. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹവും സ്ഫോടനാത്മകമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് തെറ്റായ കാര്യം തന്നെയാണ്. മനസ്സിലായി, അത് ഓക്കെ. പക്ഷെ അത് അദ്ദേഹം ഉപയോഗിച്ച ഭാഷയാണ് ഞാൻ പറഞ്ഞത്, അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞാൻ തയ്യാറാവില്ല എന്നുള്ളത്. ഇപ്പം ഈ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അമ്മ കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണം തോന്നിയത്. അവിടെ എന്താ നടക്കുന്നത് ആക്ച്വലി? കാരണം നിങ്ങൾക്ക് സിനിമാ ലോകത്തുള്ളവരോടാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഒരു തേർഡ് പാർട്ടി വ്യൂവർ മാത്രമേ ഉള്ളൂ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ്. ഇതിന് മുന്നേ കഴിഞ്ഞ വർഷവും ഇതേപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഹേമ കമ്മിറ്റി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അത് കാരണം സ്ത്രീകൾ തലപ്പത്തേക്ക് വരണമെന്ന് പറഞ്ഞ് സ്ത്രീകൾ വന്നിട്ട് എന്താണ് അത് കൂടുതൽ വേഴ്സ് ആവുന്നു. അവിടെ നടക്കുന്ന ഇപ്പൊ അൻസിബ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോവുക. മതപരിവർത്തനം, അവിഹിത കഥകൾ, അത് നടക്കുന്നു. ഇന്നലെ അതുല്യ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയാണ്, റിസപ്ഷനിസ്റ്റ് ആണ്. അവിടെ വന്നിട്ട് ഉണ്ണി ശിവപാലിനെതിരെ സംസാരിക്കുന്നു. ഈ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാവുന്നില്ല, കണ്ണെടുത്ത കണ്ടുകൂടെ, എന്നെ പറ്റിയുള്ള കഥകൾ പറയുന്നു. ഇതെല്ലാം സ്ത്രീകൾ ഒരു സംഘടന, അതായത് ഈ സെലിബ്രിറ്റി സംഘടനയാണ്, ആളുകൾ താരാരാധന നടത്തുന്ന ഈ സംഘടന നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടെ അൻസിബ പരാതി കൊടുത്തിട്ട് ആ പരാതി കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ വനിതാ SI 3 മണിക്കൂറിട്ട് ഹരാസ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോൾ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ കണക്ട് ചെയ്തതുള്ളൂ. എന്തൊക്കെയാണ് ഈ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ട് സത്യമായിട്ട് ഷോക്കിംഗ് ആണ്. എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഞാൻ വന്നത് അമ്മ സംഘടനയുടെ ഭാഗമല്ല, പക്ഷെ ഇത് സംബന്ധിച്ചാൽ ഒരു 9-10 വർഷമായിട്ട് കംപ്ലീറ്റ് ഈ സെലിബ്രിറ്റീസിന് അറിയാമെന്നുള്ളതുകൊണ്ട് ഒരു കാര്യം പറയാം. പിന്നെ അമ്മ നടത്തിയ പരിപാടികളുടെ ഭാഗമായിരുന്നു, അതിൻ്റെ ഇവന്റ് മാനേജ് ചെയ്യാനുള്ള അവസരമൊക്കെ എനിക്ക് ഭാഗം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കുന്ന സംബന്ധിച്ചില്ല, നമ്മൾ ക്യാപ്പബിലിറ്റി എന്നുള്ളൊരു സംഭവമുണ്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് തിരിച്ച്. ഇപ്പോൾ 2020 സിനിമ നടക്കുന്നത് പലരും പറയുന്നത് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണമാണ്. അപ്പം എനിക്കും ഹരിക്കും ശത്രുത ഉണ്ടെങ്കിൽ പോലും ആ ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി മറ്റൊരാൾ വിളിച്ച് സംസാരിക്കുക, നമ്മൾ രണ്ടുപേരും ഒരു സുതാര്യമായിട്ടുള്ള ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഹരി അത് ചെയ്തുകൂടെ, ഇതാണ് സംഭവം എന്ന് മറ്റൊരാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരി ചിലപ്പം കൂളാവും. എൻ്റെ അടുത്തും പറഞ്ഞു അത് ചേട്ടാ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ. ആ ഒരു നയപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് ഇന്നസെൻ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ദിലീപ് എന്നിട്ടാണ് 2020 എല്ലാവരും ഇത്രയും സംയോജിപ്പിച്ച് ചെയ്തിട്ടുള്ളതെന്നുള്ള സംഭവത്തിൽ. അതേ ഇന്നസെൻ്റ് ഏട്ടൻ തന്നെ ഇവിടെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ അമ്മയുടെ ഷോ നടക്കുമ്പോഴും ഇന്നസെൻ്റ് ഏട്ടൻ, ഇടവേള ബാബു ചേട്ടൻ, മോഹൻലാൽ സാറ്, മമ്മൂട്ടി സാറ്, ഇവരൊക്കെ ഇതിൻ്റെ അകത്തൊരു സംഭവത്തിൽ ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഇന്നസെൻ്റ് സാർ അത്രയും പ്രായമായിട്ട് പോലും ആ ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ ഒരു പവറുണ്ട് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. ഇപ്പോഴത്തെ മോളിൽ ഒരു പരിപാടി നടക്കണം എന്ന് പറയുമ്പം ആർട്ടിസ്റ്റ് ആരും അന്ന് വരുന്നില്ലെന്നുണ്ടെങ്കിലും ഇന്നസെൻ്റ് ഏട്ടൻ അവിടെ ഇറങ്ങിയിട്ട് 6 മണിക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ പോകുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നുള്ളൊരു വരണം, കാരണം ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക എന്ന് ഇവരുടെ മുഖത്തേക്ക് ചോദിക്കുന്നുള്ളൂ, ആർട്ടിസ്റ്റിൻ്റെ മുഖത്തേക്ക് ചോദിക്കുന്നുള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു 5 ഇന്നോവ റെഡിയാക്കി ഇട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഈ 5 ഇന്നോവയിൽ ഫുൾ ആർട്ടിസ്റ്റാണ്. കാരണം അദ്ദേഹം ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാരും വന്നു തിരിച്ച് എൻ്റെ അടുത്ത് ഇരുന്നിട്ട്. കമാൻഡിങ് പവർ ആവശ്യമാണ്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കൃത്യമായിട്ടുള്ള ഒരു നേരിടൽ ആവശ്യമാണ്. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും, ഇപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്നു, നാളെ ഞാനും പ്രായമാകും, ഞാൻ ഫീൽഡ് ഔട്ട് ആകും, അല്ലാത്ത രീതിയിൽ മാറി നിൽക്കുമ്പോഴേക്കും എനിക്കൊരു പെൻഷൻ കിട്ടുന്ന രീതി വന്നാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ പല ആർട്ടിസ്റ്റിനും പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അമ്മ എന്ന് പറയുന്നത്. തിരിച്ച് അവർ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലാൽ സാർ ഇതിൻ്റെ തലപ്പത്തിരുത്തപ്പോഴേക്കും അദ്ദേഹം അതുല്യനായിട്ടുള്ളൊരു നടനാണ്. അപ്പോൾ ഇത്രയും അദ്ദേഹം ഒരു സൈഡിൽ ചെന്ന് അഭിനയിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതിനിടയിൽ ഇത്രയും പല പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും അദ്ദേഹം അതിനകത്ത് പിടിച്ച് നിന്നു. അപ്പോൾ അവരെങ്ങനെ അത് ക്യാരി ചെയ്തു? ഇപ്പോൾ ഇടവേള ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി, ബാബുചേട്ടൻ എത്രയോ വർഷങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്നു. അപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഏത് സംഘടന ആയിരുന്നാലും അത് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഔട്ട്സൈഡ് വ്യക്തി എന്നുള്ള മനസ്സിലാക്കിയത്, ഞാൻ ഹരിയും കൂടി റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ചാനലിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇവിടെ ഇരിക്കുന്ന ഒരാളെടുത്ത് അപ്പം തന്നെ യൂട്യൂബിൽ ഇയാൾ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരു യൂട്യൂബിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അമ്മ സംഘടനയെ സംബന്ധിച്ച് അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അപ്പപ്പ സംഭവം തന്നെ മറ്റ് യൂട്യൂബ് ചാനലുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. സംഘടനയ്ക്കകത്തുള്ളത് സംഘടനയ്ക്കകത്ത് നിൽക്കണം. സംഘടനയ്ക്ക് പുറത്ത് പോകേണ്ടത് സംഘടന എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം. ഞാനൊരു സംഘടനയിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സംഘടന പറയുന്ന സംഭവത്തിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കാം. പക്ഷേ ഞാൻ ആ സംഘടനയിൽ നിൽക്കുമ്പോഴേക്കും സംഘടന പറയുന്ന രീതിയിലും സംഘടനയുടെ ബൈലോ അനുസരിച്ചും സംഘടനയിലെ അംഗങ്ങളെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും അനുസരിച്ച് നിൽക്കണം. പ്രതീക്ഷ ഇത് പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ശരി, ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ഇമെയിൽ അയച്ചു തരാം. ശരി, അപ്പം ഞാൻ ആലോചിക്കുന്ന സംബന്ധിച്ച് ഒന്നി ഞാൻ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ സംഘടനയുടെ ബൈലോയും സംഘടനയുടെ ആൾക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം. നമ്മളൊരു പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത്. സംഘടനയുടെ ഓരോ റൂൾസ് കാണുമല്ലോ.
ഇപ്പം നമ്മളിപ്പോൾ ഒരു ചാനലിലാണെങ്കിലും നമ്മൾ ഈ ചാനലിന്റെ ചിട്ടക്കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് സ്റ്റാഫായിട്ട് നിൽക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ തീരുമാനം, ചാനൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ രാവിലെ 6 മണിക്ക് വന്നാൽ വൈകിട്ട് 2 മണിക്ക് പോകണം എന്നുള്ളത് കറക്റ്റാണ് തിരിച്ചിട്ട് തന്നിട്ട്. പക്ഷെ അതിനകത്ത് പല കാര്യങ്ങളും സംഘടനയിൽ അപ്പുറം പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ എത്തി. ഇപ്പം ഇതിനകത്ത് ഞാൻ പല കാര്യങ്ങളും കണ്ടപ്പോഴേക്കും ഇന്നൊരു ചാനൽ വഴി യൂട്യൂബ് ചാനൽ വഴി പുറത്തു പോയി, യൂട്യൂബ് ചാനൽ അല്ലല്ലോ ഒരു സംഘടനയെ നിയന്ത്രിക്കേണ്ടത്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ള സംഭവം എന്തിനാണ് പുറത്തു കൊടുക്കുന്നത്? അത് പ്രത്യേകിച്ച് ഭാരവാഹികളാണെന്നുണ്ടെങ്കിലും അതൊരു ഇത് വേണ്ടേ? ഞാൻ പറയുന്നത് അൻസിബയുടെ ആരോപണത്തെ കുറിച്ചാണ്. ഇപ്പൊ യൂട്യൂബ് ചാനൽ കൊടുത്തതായിട്ടും ബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് ഒരു വ്യക്തി ഒരാൾ ടാർഗറ്റ് ചെയ്യുക, അനാവശ്യമായ കഥകൾ സ്പ്രെഡ് ചെയ്യുക, അതും ഒരു മലയാളത്തിൽ ഒരു പ്രധാനപ്പെട്ട താരത്തെ വെച്ചിട്ട് അൻസിബയായിട്ട് കഥകൾ ഇറക്കുക, ഈ ജിഹാദി പരാമർശമൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും യൂട്യൂബ് ചാനൽ ബന്ധമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ, അവിടെ ജാതിയില്ല മതമില്ല, എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ചാണെന്നൊക്കെ ഈ പറഞ്ഞ സംഭവം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കാര്യത്തിൽ സംസാരിക്കുന്നതിന് മുമ്പ് അൻസിബ ഈ പറയുന്ന കാര്യത്തിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ പലപ്പോഴും കേട്ടത്, പല ആൾക്കാരും ഇപ്പോഴാണ് ഒരു ചാനലുകളൊന്നും സംസാരിക്കുന്നത്. പല ആൾക്കാരും പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, അവിടെ ഇരുന്ന് എക്സിക്യൂട്ടീവ് നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇന്ന ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് നേരെ അൻസിബയെ വിളിക്കുന്നു, അൻസിബ അത് കേട്ടോണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. സോ ഇതിനൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ ഇത് പുറത്ത് വരണം ഇതിനകത്ത് ഇരുന്നിട്ട്. അതിനുവേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. കാരണം അത് സംഭവിച്ചാൽ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് തിരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികളെയും നമുക്കറിയാം. അപ്പോൾ അവർ നമ്മളോടൊപ്പം പലപ്പോഴും ചാനലുകളായിരുന്നാലും അല്ലാതെ സ്റ്റേഷനുകൾ വരുമ്പോഴായിരുന്നു വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ ചുമ്മാ ഒരാൾ സൈഡിൽ ചെന്ന് ഞാൻ തന്നെ അല്ല ചുമ്മാ ഇരുന്നിട്ട് അല്പം മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നാലും നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തോ ഇങ്ങനെ മറ്റേ മസിൽ പിടിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പുറത്ത് വരെ. അപ്പോൾ ഇവരിങ്ങനെ വിളിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിന് തെളിവ് വേണം. പ്രത്യേകിച്ച് ഇത് ചെറിയ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് തിരിച്ചെന്നെ തിരുന്നിട്ട്. അപ്പം അതുകൊണ്ട് അതൊരു തെളിവുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ സംഘടന നടപടി എടുക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. ഇപ്പം പലരും പറഞ്ഞത് സ്ഥലപ്പത്തെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവുമെന്ന് പറഞ്ഞ അതേ ആളുകൾ ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് ഇപ്പൊ അമ്മയിലെ മെമ്പേഴ്സ് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാല പാർവതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇതേ വാചകമാണ്, ഞാനത് പറഞ്ഞത് ഖേദിക്കുന്നു എന്നുള്ളത്. അപ്പൊ തലപ്പത്തെ സ്ത്രീകൾ വരുന്നതല്ലായിരുന്നു പ്രശ്നം. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന സംഭവത്തിന് അത് സ്ത്രീ വന്നുകൊണ്ട് ഇങ്ങനെ ആവാം അല്ലെങ്കിൽ പുരുഷൻ വന്നതുകൊണ്ട് ഇങ്ങനെ ആവാം എന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നേതൃത്വം എന്ന് പറയുന്നത് ഗുണകരമായിട്ടുള്ള ആര് വന്നാലും അതാണ് നല്ലത്. അമ്മയായതെന്ന് തലപ്പത്ത് സ്ത്രീകൾ എത്തിയപ്പോൾ പറഞ്ഞ അംഗങ്ങളുണ്ട്. അല്ല, ഇത് അമ്മ ഇപ്പോൾ അമ്മയാവുക എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛൻ്റെ ജോലികൾ, ഇപ്പം അച്ഛൻ കൃത്യമായിട്ട് അപ്പം അച്ഛൻ ഡ്രൈവിങ്ങിന് പോയി ജീവിക്കുന്ന ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. അമ്മ രാവിലെ ഇറങ്ങി ഡ്രൈവിങ്ങിന് പോയി ജീവിക്കുക, അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് വരാമെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ഇതിന് നേതൃത്വ ഗുണമാണ് ആവശ്യം. ഒന്നാമത്തെ കാര്യം, അമ്മയ്ക്ക് സ്ത്രീകൾ വന്നുകൊണ്ട് അമ്മ ആവും എന്നുള്ള സംഭവമൊന്നും അങ്ങനെയൊന്നുമില്ല. തിരിച്ചിട്ട് തിരുന്നിട്ട് അമ്മ എന്ന് പറയുന്നത് എന്നും നമ്മളെ അമ്മ എന്നും നന്മ തന്നെയാണ്. ആ ഒരു പേരാണ് അവരതിന് കൊടുത്തിരിക്കുന്നത്. അല്ല സ്ത്രീകൾ വന്നാൽ അമ്മയാവും അങ്ങനെയുള്ള സംഭവങ്ങളല്ല. കാരണം അമ്മ ചെയ്തുകൊണ്ടിരുന്ന കുറേ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ആ ഇടവേള ബാബുചേട്ടൻ എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ള സംഭവമാണ്. പുള്ളി ഇതിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നപ്പോൾ എങ്ങനെ ഇത് പരിഹരിച്ചുകൊണ്ടിരുന്നു എന്നുള്ള സംഭവം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് തിരിച്ചിട്ട് തിരുന്നിട്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇതിനകത്ത് ഒരാൾക്ക് ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് ഇതിൻ്റെ തിരുന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓടിയെത്തുക, അതൊക്കെ സംഭവങ്ങൾ, ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യതയോടെ പരിഹരിക്കുക. ഇപ്പം ഹരി, നമ്മളിപ്പം ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോഴേക്കും തർക്കം ഉണ്ടാവാം. ഈ തർക്കം വരുമ്പോൾ സംഘടനയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സംഘടനയിൽ നിൽക്കേണ്ടവർ. അപ്പോൾ സംഘടന പറയുന്നത് തിരിച്ചിരുന്നിട്ട് ഇന്ന ആൾക്കാരെ നമ്മളിത് കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴേക്കും ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ട് വരൂ, ഇന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ടെന്നാൽ ഞാൻ വരാം തിരിച്ചിരുന്നിട്ട്. അപ്പോൾ ഒരാളിങ്ങനെ പറയുമ്പോഴേക്കും ഇത് ഒരു അനുനയനത്തിന് എല്ലാവരും തയ്യാറാവണം. ഇപ്പോൾ ലാൽ സാറോ അല്ലെങ്കിൽ മമ്മൂക്കയോ ഇരുന്നാൽ ഞാൻ ഇതിൻ്റെ തിരുന്നിട്ട് കേൾക്കാം എന്നുള്ളത്. ഇന്നൊരു പാനൽ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അവിടെ അപ്പുറത്തൊരു പാനൽ ഉണ്ടാക്കാൻ പറയുന്നു. അപ്പോൾ ഇവരിത് പറയുന്നു. അപ്പോൾ സംഘടനയിലെ ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അത് മൊത്തം കോംപ്ലിക്കേഷൻ അല്ലേ? അപ്പം ഇത് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ആ സംഘടനയിൽ നടക്കുന്നത്? പടപടപടപടേ സാധനങ്ങൾ ഇതിങ്ങനെ പുറത്ത് മീഡിയയിൽ ചർച്ചയായി. അതിന് മുമ്പ് തന്നെ അതാണ് ആ ചോരുന്നത് എങ്ങനെയാണ്? ഇത് ചോർത്തി കൊടുക്കുന്ന സ്വന്തം അമ്മ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ തന്നെ ചോർത്തി കൊടുക്കുന്ന ആൾക്കാരുടെ നടപടി വേണം. അത്ര ഇത് ചെയ്യുമ്പോൾ അവരല്ലേ ഇതുണ്ടാക്കുന്നത്, ഈ ബോംബ് ഉണ്ടാക്കുന്ന അതിൻ്റെ അതിർന്ന് ഇത്രയും സാധനം. അതാരാണ് ചോർത്തി കൊടുക്കുന്നത്? ഇത് പുറത്ത് പറയാതെ എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? അത് ഈസിയിലുള്ള 17 പേര് തമ്മിലുള്ള ചർച്ചയല്ലേ പുറത്ത് വരുന്നത്. അപ്പൊ ഈസിക്കകത്ത് തന്നെ ഒരു ഈസിന്ന് അവിടെ നിന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്ത് യൂട്യൂബ് ചാനലിൽ വാർത്ത വരുവാ തിരിച്ച്. അതാണ് അവിടുത്തെ അവസ്ഥ. അല്ല, ഇത് കുറെ നാളായാലും നടക്കുന്നു. ഇല്ല, ഇപ്പോൾ എത്ര നാൾ നടന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് കൂടുതലാണ്. അല്ല, ഞാൻ പറയുന്നത് അതിന് മുമ്പ് വേണമെങ്കിൽ യൂട്യൂബ് ചാനലിൽ നോക്കിക്കോ. ഈ ഓരോ യൂട്യൂബ് ചാനലിന്റെ എടുത്തിട്ട് നോക്കി, ഒരു യൂട്യൂബ് ചാനലിന്റെ എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ മാത്രം ഇതിന്റെ മാത്രം വാർത്തകൾ കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അതിനു മുമ്പ് എത്ര വാർത്തകൾ അങ്ങനെ വന്നു? അങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് പൂട്ടിടുന്നില്ല?
അതേ യൂട്യൂബ് ചാനലിലെ അമ്മ അസോസിയേഷന്റെ പരിപാടി വരെ ചെയ്തത്. ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ഈസി തന്നെയല്ലേ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. ആരാണ് ചോർത്തുന്നതെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നേതൃഗുണം ഉള്ള സംഭവത്തിനകത്ത് ഇതിന് ഇങ്ങനെ ചോർത്തുന്ന സംഭവം നോക്കിയിട്ട് അതിന് ലോക്കിടാമല്ലോ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ചോർത്തി കൊടുക്കുന്ന ഒരാളാണ്, ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു, ഞാനാണ് ആരോപണം വേണ്ട. ഇനി അങ്ങനെ ഒരു സംഭവം വ്യക്തമായി തെളിവുകിട്ടാൽ അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കാം. ഇനി ഒരു സംഭവത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തെറിഞ്ഞ ആരാണെങ്കിലും നടപടി ഉണ്ടാവും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞാൽ പോരെ തിരിച്ചിൻ്റെ ഇരുന്നിട്ട് ഈ സംഭവം ഇതുവരെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടെത്തി, ഞാനിപ്പോൾ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരോ ആയിക്കോട്ടെ, നമ്മൾ ഇതിൻ്റെ അത് പറയുകയാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിക്കോട്ടെ, ഇത് നമുക്ക് നല്ല കാര്യമല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാതെ നെഗറ്റീവായിട്ടാണല്ലോ ഇവിടെ പുറത്ത് വരുന്നത്. അല്ലെങ്കിൽ ആ ചാനലുകാർക്കും ഐഡന്റിറ്റി കാണുമല്ലോ. എല്ലാ ചാനലിലും ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബിലും അഡ്രസ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും അവരെ വിളിച്ച് കാര്യം പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അവരുടെ ഒരു സംബന്ധിച്ച് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, എനിക്കിത് കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം, ഞാൻ അതിനുവേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ചെയ്തോട്ടെ, അല്ലെങ്കിൽ ചെയ്യുന്നവർ അവരുടെ ലക്ഷ്യം ചെയ്തോട്ടെ. പക്ഷേ മറ്റുള്ളവരെ ഈ ചോർത്തി കൊടുക്കുന്നവരെ അല്ലാത്ത സംഭവത്തിൽ ഇന്ന് ഇവർക്ക് നടപടി എടുക്കാമല്ലോ തെളിവുണ്ടെങ്കിൽ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരുന്നിട്ട് വിളിക്കുന്നു, മറ്റേ ആൾക്ക് ലൈനിൽ പോകുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫോൺ ഓൺ ചെയ്ത് വയ്ക്കുന്നു, ഇപ്പുറത്തെ ലൈനിലേക്ക് പോകുന്നു. നമ്മളൊരു അസോസിയേഷനകത്തല്ലേ ഇരിക്കുന്നത് തിരിച്ചിരുന്നിട്ട്. അസോസിയേഷനകത്ത് ഇരിക്കുമ്പോൾ അസോസിയേഷൻ്റെ ഇത്രയും അംഗങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഇരിക്കുന്നത്. അത് സ്വമേധയാ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പുറം ലോകത്ത് ഇപ്പോൾ എന്താ സംഭവം, മൊത്തം അടിപിടി, അയ്യോ അമ്മ, മൊത്തം സംഭവം കോലാഹലം, കലാപം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന സംഭവം. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും, ഏതിപ്പോൾ സിനിമാ ഫീൽഡിലുള്ള ആരാണെങ്കിലും സീരിയൽ ഫീൽഡിലുള്ള ആളാണെങ്കിലും അതും ഒരു കൗതുകമാണ്. അതുപോലെ ഇപ്പോൾ കൗതുകമാണ്, അവിടെ മൊത്തം അടി തിരിച്ചിട്ട് തമ്മിൽ ചെല്ലും, മൊത്തം പ്രശ്നം എന്നുള്ള സംഭവത്തിനകത്ത്. ഞാൻ ഇതിലുള്ള സംഭവത്തിനകത്ത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. ഞാൻ പറയുന്നത് ഒരു ഡിവോഴ്സ് പോലെ അല്ലല്ലോ ഇത് ജിഹാദി പരാമർശം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കൗതുകമല്ല, ഇത് ഞെട്ടലാണ്. കൗതുകം വേറെ, ഞെട്ടൽ വേറെ. അല്ല, ഈ പരാമർശം എന്നാണ് വീണ്ടും ഞാൻ പറയുന്നത്. പരാമർശം എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്കൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാവും. തിരിച്ച് ഈ തമാശയ്ക്ക് ഇരുന്ന് പറയുന്ന സംഭവമല്ലല്ലോ തിരിച്ചിൻ്റെ തിരുന്നിട്ട്. അപ്പം അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ നടപടികൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത് തിരിച്ചിൻ്റെ തിരുന്നിട്ട്. അങ്ങനെയുള്ള സംഭവത്തിന് നടപടികൾ എന്തായാലും അവരെടുത്ത്, പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ മുകളിലുള്ള നമ്മുടെ ലാൽ സാർ ആയിരുന്നാലും മമ്മൂക്ക ആയിരുന്നാലും ഇതിലൊക്കെ ഇടപെട്ട് ഇതിനെ ഒന്ന് ജനറൽ ബോഡിക്ക് മുമ്പ് ഒന്ന് കാര്യങ്ങൾ ഇതാക്കി തീർക്കണം എന്നുള്ളതാണ്. ഇതൊരു ചെറിയ സംഭവം അല്ല ഒന്നാമത്തെ കാര്യം. അമ്മയുടെ കോടതിയാണ് അടുത്ത മാസം 21 പറയുന്നത് ജനറൽ ബോഡി ചേരുന്നത്. അമ്മയുടെ കോടതി നിൽക്കുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇവർ തമ്മിലടിച്ചും കാര്യങ്ങളും ഒക്കെ. ശ്വേത ചേച്ചിയൊക്കെ എനിക്ക് വളരെ നാളായിട്ട് അറിയാന്നുള്ളത്. കാരണം ശ്വേത ചേച്ചി ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ്. നമ്മളോട് പലപ്പോഴും ഇപ്പം എൻ്റെ തന്നെ കരിയറിലെ പല സംഭവങ്ങളും നീ ഇങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൈഡ് ലൈൻസ് തരാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അപ്പം മേ ബി പുള്ളിക്കാരത്തി അറിയുന്നില്ല, അല്ലെങ്കിൽ ആ സംഭവങ്ങൾ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലതിലും ഇപ്പം പറഞ്ഞ സംഭവം. അവരങ്ങനെയാണ് ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് നിന്നിട്ട് നടക്കുന്ന അറിയുന്നില്ല. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇരുന്നിട്ട് അവിടെ CCTV ഉണ്ട്. അപഹാസ്യമായിട്ടുള്ള കാര്യം അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സെക്രട്ടറിയും പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്തിൽ ഇപ്പൊ പ്രസിഡന്റ് എത്ര സമയം അവിടെ ഇരിക്കുന്നു? രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കുന്ന ഒരാളല്ല പ്രസിഡന്റ്. പ്രസിഡന്റ് കാര്യങ്ങൾ തിരക്കാലോ. ആ കാര്യങ്ങൾ വരുന്ന മീറ്റിംഗിൽ വരുന്ന കാര്യങ്ങളെ തിരക്കാൻ പറ്റൂ. പ്രസിഡന്റ് അറിവേ ഇല്ലെന്നാ പറയുന്നത്. അല്ല, ഇത് അതാണ് പ്രശ്നം. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യത്തിരുന്ന് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ന്യൂസ് 8 വന്നിട്ട് പ്രോഗ്രാം ഒന്ന് ചെയ്യുക. ഞാൻ ഇന്ന് രാവിലെ താഴെ വന്നിട്ട് ഹരി അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ തിരിച്ച് എൻ്റെ വന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസിഡന്റ് വരുന്നത് എന്തിനാണ്? മീറ്റിങ്ങിന്. ഇപ്പോൾ ലാൽ സാർ അവിടെ ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം ഭാരവാഹിയായിരുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് എന്തിനാണ്? ആ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത്. പക്ഷേ ഇടവേള ബാബുചേട്ടൻ അവിടെ മിക്കവാറും ഓഫീസിൽ കാണും. ഓഫീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഏകോപിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. മിക്കവാറും ഞാൻ ചെന്ന് ബാബുചേട്ടനെ കാണുന്നു അവിടെ ഓഫീസിൽ ചെന്നാണ്. എന്ത് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം എത്തിയതിനു ശേഷം അദ്ദേഹം ഇവർ തമ്മിലൊരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ കാണും. മെയിൻ കാര്യങ്ങൾ മാത്രം അവിടേക്ക് ഇത് ചെയ്യും. ഇന്ന സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് ആ ഓഫീസ് അവിടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് തിരിച്ചിട്ട്. ഇപ്പം പ്രസിഡന്റ് അറിയുന്നില്ല എന്നുള്ള സംഭവത്തിനകത്ത് ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ പരാതിക്കാരിയും പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അത് പ്രസിഡന്റ് അവിടെ എന്ത് ഇമെയിലുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു, അത് കാരണം ഞാൻ വാട്സപ്പിലും അയച്ചു എന്നുള്ള സംഭവത്തിനകത്താണ്. എന്താ ഹരി അങ്ങനെയൊക്കെ ചെയ്താൽ ഇമെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും തിരിച്ച്? അങ്ങനെയാണ് ആ ഒരു ആരോപണം വന്നത് തിരിച്ചിട്ട്. പരാതിയും ഇതുപോലെ ഇമെയിൽ വന്നിട്ട് അത് ഡിലീറ്റ് ആയി പോയി. അതൊക്കെ കണ്ടെത്തണം. ഇമെയിൽ ഡിലീറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ട് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഒരു ഇമെയിൽ ട്രാഷിൽ വരും. ഇല്ല, ട്രാഷും പോട്ടെ, ഇല്ല അയച്ചവർക്ക് കാണുമല്ലോ, സെൻഡ് കാണുമല്ലോ. ഇപ്പം ഞാനാണ് അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹരിക്ക് അയച്ച ഇമെയിലിനാ സെൻഡ് കാണുമല്ലോ. അതിന്റെ ഇതെടുത്ത് കോപ്പി എടുത്ത് കാണിച്ചാൽ പോരെ തിരിച്ചിട്ട് ഇരുന്നിട്ട്. അങ്ങനെ രണ്ടുപേര് കാണിക്കുമ്പോഴേക്കും അത് തെളിവല്ല. ആര് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ് കണ്ടെത്തണ്ട. പിന്നെ അവരെ സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ച് എല്ലാം മാറി വരട്ടെ, സംഘടനകൾ ഒരുമിച്ച് ചെയ്യട്ടെ. വളരെയധികം നന്ദി. ശരി, താങ്ക് യു ഹരി. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.